عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. ألا أيها الناس ليوم رحيله أراك عن الموت المفرق لاهيا. ألم تعتبر بالضاعنين إلى البلاء وتركهم الدنيا جميعا كما هي ولم يخرجوا إلا بقطن وخرقة وما أعمروا من منزل ظل خاليا. وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ثاويا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് തൃശ്ശൂരിലെ കൊച്ചന്നൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിസ്ഡം എൻലൈറ്റനിങ് പ്രോഗ്രാമിൻ്റെ സമാപന സെഷനിലാണ് നാം ഉള്ളത്. ഈ വേദിയിലിരിക്കുന്നവരും ഈ ശബ്ദം ശ്രവിക്കുന്നവരുമായ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളും ബറക്കത്തുകളും അവൻ ചൊരിഞ്ഞു തരികയും നമ്മുടെ ഈ കർമ്മം അല്ലാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഒത്തുചേരുന്ന സ്വർഗത്തിൽ സന്തോഷത്തോടെ ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
സഹോദരങ്ങളെ, ഇന്ന് രാവിലെ മുതൽ ഈ പരിസരത്തുള്ള 10,000-ത്തിലേറെ വരുന്ന വീടുകളിലൂടെ നമ്മുടെ പ്രവർത്തകന്മാർ കയറി ഇറങ്ങുകയായിരുന്നു എന്ന വിവരം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതാണ്. സഹോദരന്മാരെ, ഇന്ന് രാവിലെ മുതൽ ഈ നാട്ടിലെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തകന്മാർ വീടുകൾ തോറും കയറിയിറങ്ങി എന്ന വിവരം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. 10,000-ത്തിലേറെ വീടുകളിൽ ഇസ്ലാമികമായ ഈ സന്ദേശത്തിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ക്ഷണ പുസ്തകവുമായി ആളുകൾ കയറി ചെന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ. അവർ ഏതെങ്കിലും ബിസിനസ് പരിചയപ്പെടുത്താൻ കയറിയിറങ്ങിയവരല്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ്, ഞങ്ങളെ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി കയറിയിറങ്ങിയതല്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പണപ്പിരിവിന് വേണ്ടി റെസിപ്റ്റുമെടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചവരുമായിരുന്നില്ല. മറിച്ച് നന്മയിലേക്ക് ക്ഷണിക്കുവാൻ, അതായത് മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ മഹിതമായ സന്ദേശങ്ങളിലേക്ക് ജനസമൂഹത്തെ അവരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, അവരുടെ കുടുംബ ഗോത്ര പാരമ്പര്യങ്ങളെ നോക്കാതെ, എല്ലാവരും മനുഷ്യരാണല്ലോ, മുഴുവൻ മനുഷ്യരിലേക്കും യഥാർത്ഥമായ ഒരു സന്ദേശത്തിൻ്റെ ക്ഷണപത്രികയുമായി കടന്നു ചെന്ന ആ വിശ്വാസികൾ, അല്ലാഹു എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത അറിഞ്ഞവനാണ്. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആ വലിയ സംരംഭത്തിന് വേണ്ടി അസൗകര്യങ്ങൾക്കിടയിലൂടെ നടന്ന വീടുകളിലെത്തി ദൗത്യം നിർവഹിക്കാൻ പരിശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ: അല്ലാഹുവാണ് വലിയ പ്രതിഫലം നൽകുന്നവൻ. അല്ലാഹു അതിന് വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സത്യത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ സഹോദരങ്ങൾ ജാതിമത ഭേദമില്ലാതെ എല്ലാ വീടുകളിലും കയറിയിറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് വേണ്ടി താൻ എന്താണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഹദീസിന്റെ താല്പര്യം: അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നിന്റെ നരകത്തെയാണ് ഭയപ്പെടുന്നത്, ഞങ്ങൾ നിന്റെ അടുക്കലുള്ള തൃപ്തിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിന്റെ തൃപ്തി ലഭിച്ച് നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും എത്തിപ്പെടണം. നരകാഗ്നിയിൽ ഒരു മനുഷ്യനും പോയി ചാടാൻ അവസ്ഥയുണ്ടാകരുത്, അവസരമുണ്ടാകരുത്. ആ വലിയ പ്രതീക്ഷയാണല്ലോ മനസ്സിലാക്കിയ സത്യത്തിന്റെ സന്ദേശവുമായി സർവ്വ വീടുകളിലേക്കും കയറി ചെല്ലുവാൻ പ്രോത്സാഹനമാകുന്നത്. ഇത് സഹോദരങ്ങളെ, ഈ രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലുമുള്ള
ലക്ഷക്കണക്കിന് ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുവാനുള്ള സംരംഭവുമായിട്ടാണ് എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകന്മാരെ രൂപം നൽകിയിട്ടുള്ളത്. അതിന് വേണ്ട രൂപത്തിലുള്ള ഒരു മാനസികമായ അവസ്ഥ അത് സഹോദരങ്ങളെ ഏതെങ്കിലും ഒരാളുകൾ ചെയ്യട്ടെ. എനിക്ക് എൻ്റെതായ ജോലി തിരക്കുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. നമുക്കോരോരുത്തർക്കും വേണ്ടതാണ് സ്വർഗം, നമുക്കോരോരുത്തർക്കും വേണ്ടതാണ് മരണസമയത്തുള്ള ശാന്തി, നമുക്കോരോരുത്തർക്കും വേണ്ടതാണ് ഖബറിലെ ശാന്തി, നമുക്കോരോരുത്തർക്കും വേണ്ടതാണ് മഹ്ശറിലെ ശാന്തി. ഇതാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമല്ലേ ആ നിർവഹിക്കപ്പെടേണ്ടത്? അതുകൊണ്ട് ഞാൻ ആമുഖമായി എൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, എല്ലാ വീടുകളിലും ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തുന്നതിൽ എനിക്കെന്ത് ചെയ്യാനാകുമെന്ന് ഞാനാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സദസ്സിലുള്ളവരും അല്ലാത്തവരുമായ ഓരോ സഹോദരീ സഹോദരനും ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഈ മഹത്വമേറിയ സന്ദേശം ഓരോ ഭവനങ്ങളിലും എത്തിക്കുവാൻ അതിൽ ഏത് നിലയ്ക്ക് എനിക്ക് ഭാഗമാക്കാവാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഇന്ന് കയറിയിറങ്ങിയ വീടുകളിലൊക്കെ വിതരണം ചെയ്യപ്പെട്ട ഒരു ചെറിയ പുസ്തകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ചെറിയ നിലക്കുള്ള ഒരു വിവരണം നൽകപ്പെടുന്ന ആ പുസ്തകം കാഴ്ചക്ക് വളരെ ചെറുതാണെങ്കിലും ഒന്നും മനസ്സിരുത്തി വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സുകളിൽ അത് ചലനം സൃഷ്ടിക്കാതിരിക്കില്ലെന്നുറപ്പാണ്. ആ നിലക്ക് അത് വായിക്കുവാനും അതെപ്പോഴെങ്കിലും ഒന്നെടുത്തുകൊണ്ട് അതൊന്ന് വായിച്ച് അതിലടങ്ങിയ സാരാംശങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുവാനും അതിൽ നൽകിയിട്ടുള്ള ചുരുങ്ങിയ വിവരണങ്ങളുടെ വിശദ വിവരണങ്ങളിലേക്കൊന്ന് പഠനത്തിൻ്റെ മേഖലയെ വികസിപ്പിക്കുവാനും ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൗകര്യങ്ങൾക്കിടയിലും നിങ്ങൾ നടന്നു നീങ്ങി വീടുകളിൽ എത്തിച്ചിട്ടുള്ള ആ സന്ദേശം ആരുടെ മനസ്സിൽ എപ്പോഴാണ് ഒരു പ്രകാശകിരണമായി കടന്നു ചെല്ലുന്നത് എന്ന് സർവലോക പരിപാലകനായ റബ്ബിനല്ലാതെ അറിയുകയില്ലല്ലോ. നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടുവരും മനുഷ്യനെങ്ങാനും അവൻ മുന്നോട്ട് പോയിരുന്ന പദസഞ്ചാരത്തിന്റെ മേഖലകളിൽ നിന്ന് സൽക്കർമ്മങ്ങളുടെ, സത്യവിശ്വാസത്തിന്റെ, സദാചാരത്തിന്റെ, നീതിയുടെ, അതുപോലെ തന്നെ സദാചാരത്തിന്റെയും ധർമ്മത്തിന്റെയും മേഖലകളിലേക്ക് ആ മനുഷ്യൻ നടന്നു നീങ്ങാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള വിനയത്തോടെ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു കൊച്ചു പുസ്തകം, ഒരു CD എങ്ങാനും നിമിത്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ ദുനിയാവിൽ നമുക്ക് കിട്ടാനുള്ള വലിയ സമ്പാദ്യം. ഈ ദുനിയാവ് മുഴുവനുമുള്ളതിനേക്കാൾ വലിയ സമ്പാദ്യം അതല്ലേ? അതുകൊണ്ട് ആ ഒരു ചെറു പുസ്തകം കോടിയിലധികം വരുന്ന കോപ്പികൾ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു പുസ്തകത്തിന് 5 രൂപയെങ്ങാനും നൽകിക്കൊണ്ടെങ്കിലും, ഒരു പുസ്തകത്തിന്റെ കാശെങ്കിലും നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു 50 പുസ്തകം എൻ്റെ വക, ഒരു 100 പുസ്തകം എൻ്റെ വക, 1000 പുസ്തകം എൻ്റെ വക, അതിൻ്റെ കണക്ക് കൂട്ടിയിട്ട് ആ ഒരു നിയ്യത്തോടെ, അല്ലാഹുവേ, ഇത് കൈകളിലെത്തുന്ന ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിലും, ഹൈന്ദവനാണെങ്കിലും, ക്രൈസ്തവനാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ഒരു മതത്തിലും വിശ്വസിക്കാത്ത പ്രകൃതക്കാരനാണെങ്കിലും അവനൊന്ന് വായിച്ച് അവന്റെ മനസ്സിലേക്ക് സർവലോക പരിപാലകനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന മതമായ ദീനുൽ ഇസ്ലാം, അതിൻ്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, ആ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത മഹത്വമേറിയ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള സൂചനകൾ, അതൊന്ന് പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം ആ മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ നമ്മളാ ചെയ്യുന്നത്? ഇതിൽ പിതാക്കൾക്ക് റോളുണ്ട്, മക്കൾക്ക് റോളുണ്ട്, സ്ത്രീകൾക്ക് റോളുണ്ട്, എല്ലാവർക്കും റോളുണ്ട്. അവരവരുടേതായ ബാധ്യതകൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വീടുകളിൽ ആരോടും തർക്കിക്കാനല്ല, ആരുമായും വാഗ്വിലാസത്തിൽ ഏർപ്പെടുവാനല്ല, ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് മുഷിപ്പിക്കാനും വിഷമിപ്പിക്കാനുമല്ല, സ്വർഗത്തിന്റെ പാത പരിചയപ്പെടുത്തുന്ന ആ ഒരു വലിയ മേഖലയിലേക്ക്, അതാണ് ഡോർ ടു ഡോർ, അതേ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട്
കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന വീടുകളിലേക്ക് കയറിച്ചെന്ന് ഇതിന്റെ പ്രവർത്തകന്മാര് സമർപ്പിക്കുന്ന ആ കൈപ്പുസ്തകം, അതിൻ്റെ വേണ്ടിയുള്ള ഒരു സംഭാവന, അതിനു വേണ്ടിയുള്ള കോപ്പികൾ, അതെന്റെ വകയാണെന്ന് പറയാൻ മാത്രം ആ രൂപത്തിൽ അത് നമുക്ക് ഖബറിൽ ശാന്തി നൽകുന്നു, പരലോകത്ത് വലിയ പുണ്യം നൽകുന്നു. ഇങ്ങനെ സഹോദരന്മാരെ, എന്തിനു വേണ്ടിയാണ് ജാതിയും മതവും നിറവുമൊന്നും നോക്കാതെ സർവഭവനങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തകരെന്ന് രാവിലെ മുതൽ കയറിയിറങ്ങിയത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ 10,000-ലേറെ വീടുകളിൽ പോയി. ഇനി അടുത്ത കൊല്ലം ജില്ലയിലെ വീടുകളിൽ പോവുകയാണ്, കോഴിക്കോട് ജില്ലയിലെ വീടുകളിൽ പോവുകയാണ്. അങ്ങനെ രാജ്യത്ത് എവിടെയെല്ലാം ഈ കൊച്ചു സംഘത്തിന് എത്തിപ്പെടാൻ കഴിയുമോ സർവവും സർവലോക പരിപാലകനായ റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ട്, നാഥാ നീയാണ് തുണ നൽകേണ്ടത്, നീയാണ് കരുത്തു പകരേണ്ടത്, നീയാണ് സ്വീകരിക്കേണ്ടത്. 1000 വീടുകളിൽ ഞങ്ങൾ കയറി എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, റിയാഇന് വേണ്ടിയല്ല, ലോകപ്രശംസക്ക് വേണ്ടിയല്ല, പ്രദർശനം നടത്തിക്കൊണ്ട് ആരുടെയെങ്കിലും സിമ്പതി പിടിച്ചു പറ്റാനുമല്ല. എനിക്ക് ശാന്തമായി എൻ്റെ ഖബറിൽ അതേ വിചാരണ നടത്തി മലക്കുകളുടെ ചോദ്യോത്തരം കഴിഞ്ഞ് ശാന്തമായി നീ നിന്റെ ഖബറിൽ ഉറങ്ങിക്കോ എന്ന വിളിയാളം കേൾക്കപ്പെടുവോളം സമാധാനമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. മരണത്തിന്റെ നേരത്ത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അതേ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ കാര്യത്തെക്കുറിച്ച് സുവിശേഷം കേട്ടുകൊണ്ട് പുറപ്പെടാനുള്ള കൽപ്പന കിട്ടുവോളം സമാധാനമില്ലാത്ത മനസ്സല്ലേ പ്രിയമുള്ളവരെ നമുക്കുള്ളത്. ആ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമത്തിന്റെ ഭാഗമെന്ന നിലക്കുള്ള ഇത്തരത്തിലുള്ള സർവ്വ സംരംഭങ്ങളോടും കൈകോർത്ത് സഹകരിച്ച് ഏറ്റവും കൂടുതൽ വലിയ രൂപത്തിലുള്ള ഒരു ബാധ്യതയുടെ നിർവഹണത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുഴുവനും ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ ദീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തകയല്ല. അല്ലാഹുവിന്റെ മതം എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതാണ് അല്ലാഹ് നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ദീന്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ ദീനായി കൊണ്ട് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മതം, ആ മതത്തിന്റെ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള നാഥൻ അവൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ രക്ഷിതാവെന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ ആലമീൻ, ലോകത്തുള്ള സർവരുടെയും റബ്ബാണവൻ. മുസ്ലിമീങ്ങളുടെ റബ്ബെന്നല്ല, അറബികളുടെ റബ്ബെന്നല്ല, മറ്റേതെങ്കിലും പ്രത്യേക വിഭാഗത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ റബ്ബെന്നല്ല പറഞ്ഞത്. സർവലോകരുടെയും റബ്ബാണവൻ. ആ റബ്ബദാ ഈ സമൂഹത്തിലേക്ക് വേണ്ടി, മാനവ സമൂഹത്തെ മുഴുവനുമായി കൊണ്ട് ക്ഷണിക്കുവാൻ വേണ്ടി അവരിലേക്ക് മുഴുവനുമായി കൊണ്ടാണ് ഒരു ദൂതനെയും അയച്ചു തന്നത്. അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അവിടുത്തോട് തന്നെ പറയാനല്ല കൽപ്പിച്ചില്ലേ? ഖുൽ, പ്രവാചകരെ പറയൂ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, മുഴുവൻ മനുഷ്യരെയുമാണ് വിളിച്ചു പറയുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള ദൂതനാണ്, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള റസൂലാണ്. മുഴുവൻ ലോകരുടെയും റബ്ബ്, മുഴുവൻ ലോകർക്കുമായി കൊണ്ടാണ് പ്രവാചകനെ അയച്ചു തന്നിട്ടുള്ളത്. ആ മുഴുവൻ ലോകർക്കും വേണ്ടി അയച്ചു തന്ന റഹ്മത്തുൽ ലിൽ ആലമീനായ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് നിയുക്തരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ റബ്ബ് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അതും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തകയായി കൊണ്ടല്ല റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അത് സർവ മനുഷ്യർക്കും മാർഗദർശനമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന വിശാലത,
ഇസ്ലാം മതത്തിന്റെ മാനവികതയുടെ ആ പ്രത്യേകമായ മേഖല നിങ്ങൾ നോക്കൂ, എത്ര വിശാലമാണ്. റബ്ബ് അവനെ പരിചയപ്പെടുത്തിയത് ആലമീന്റെ മുഴുവനും റബ്ബാണ്, എല്ലാവരുടെയും റബ്ബാണ്. ജനങ്ങൾക്ക് മാർഗദർശനത്തിനായി അയക്കപ്പെട്ട ദൂതനും എല്ലാവരുടെയും റസൂലാണ്. അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും വേണ്ടിയാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അവിടെ അതാ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പറയുന്നിടത്തൊക്കെ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ മനുഷ്യരെ എന്ന ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അഭിസംബോധന രീതിയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ, അതിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയും പിന്നിട്ട് രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ചെയ്ത് തുടങ്ങി ഏതാനും ആയത്തുകളിൽ എത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്ന ഒരു വിളിയുണ്ട്. ആ വിളി ആരോടാണ് പറയുന്നത്? ഓ മുസ്ലിമീങ്ങളെ, ഓ അറബികളെ എന്നാണോ വിളിച്ചത്? അല്ല, സൂറത്തുൽ ബഖറ അതല്ലെങ്കിൽ ഖുർആൻ അതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പാരായണം ആരംഭിച്ചാൽ ആദ്യത്തെ വിളി തന്നെ മുഴുവൻ മനുഷ്യരോടുമാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, മുഴുവൻ മനുഷ്യരോട്. അവനേത് മതക്കാരനാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് നാട്ടിൽ പറന്നവനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, ഏത് നിറമുള്ളവനാകട്ടെ, ഏത് ഗോത്രത്തിൽ പറന്നവനാകട്ടെ, എവിടെയുള്ളവനാകട്ടെ, മുഴുവൻ മനുഷ്യരോടുമാണ് ഖുർആനിന് സംബോധന നടത്താനുള്ളത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും. ഖുർആനിന്, ഇസ്ലാമിന്, മാനവ സമൂഹത്തോട് ആദ്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണേ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണേ. എന്താണ് അതിനുള്ള കാരണം? ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങോട്ട് തർക്കം നടത്താനേ സാധ്യമല്ലാത്ത പോയിന്റ് കൊണ്ട് തുടങ്ങി. എന്താണ് ആ പോയിന്റ്? റബ്ബ് അവതരിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട്? അല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ പടച്ചവൻ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അവനാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു തആല പിന്നെയും പറയുന്നുണ്ട്, ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ അവനാണ്, ആകാശത്തെ ഒരെടുപ്പെന്ന രൂപത്തിൽ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ അവനാണ്, ഉപരിഭാഗത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്ന് അതിലൂടെ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്നം തരുന്നവനും അവനാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് റബ്ബ് ആ വിളിയുടെ സന്ദേശത്തിന്റെ അവസാനം പറയുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് ഒരിക്കലും സമന്മാരെ നിശ്ചയിക്കരുതേ, ആ അല്ലാഹുവിന് നിങ്ങൾ ഒരിക്കലും സമന്മാരെ നിശ്ചയിക്കരുതേ. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. എന്തറിയുന്നവർ? ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ നിങ്ങളും സമ്മതിക്കുമല്ലോ. ഏതാണ് കാരണങ്ങൾ? നിങ്ങളെ പടച്ചവൻ ഞാനല്ലേ, മുൻഗാമികളെ പടച്ചവനും ഞാനല്ലേ, ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനും ആകാശത്തെ നിർമ്മിച്ചവനും മഴ തരുന്നവനും അന്നം തരുന്നവനുമൊക്കെ ഞാനെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് അതൊക്കെ ഞാൻ മാത്രമാണെന്ന് നിങ്ങളും അറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്ന നിലക്ക് എനിക്ക് നിങ്ങളൊരിക്കലും സമന്മാരെ നിശ്ചയിക്കല്ല, അത് നീതിയല്ല. പടച്ച റബ്ബ് മാനവ സമൂഹത്തോട് മുഴുവനുമായി പറയുന്നു. ഇതാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്ന മാനവികത. എല്ലാവരോടുമാണ് സംസാരിക്കുന്നത്, എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന് സഹോദരിക്ക് പറയാനാകുമോ എന്നെ പടച്ചത് ആ റബ്ബല്ല മറ്റാരെങ്കിലും ആണെന്ന്? മുമ്പുള്ള ഏതെങ്കിലും ഒരു ജീവിയെ പോയിട്ട് ഒരു പുൽക്കൊടിയെങ്കിലും അല്ലാഹുവല്ലാതെ സൃഷ്ടിച്ചതുണ്ടെന്ന് പറയാൻ, അത് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ഒന്നിക്കാവുന്ന ഒരു പോയിന്റ്, മുഴുവൻ മനുഷ്യർക്കും യോജിക്കാവുന്ന ഒരു തത്വം പറഞ്ഞുകൊണ്ടാണ് വളരെ ലളിതമായി റബ്ബ് പറയുന്നത്, ഇതിന് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ, എന്നോട് മാത്രം പ്രാർത്ഥിക്കണേ. ആരാധനയുടെ മുഴുവൻ അംശങ്ങളും
എന്നിലേക്ക് മാത്രം സമർപ്പിക്കണേ. അത് മറ്റൊരാളിലേക്ക് തിരിച്ചുവിടുന്നത് ഞാനൊരിക്കലും പൊറുക്കൂല. ഈ മഹത്വമേറിയ സന്ദേശമാണ് മാനവ സമൂഹത്തോട് ഇസ്ലാം ഒന്നാമതായി പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളയോട് കൽപ്പിക്കാൻ പറഞ്ഞു, ജനങ്ങളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള റസൂലാണ്. അതുപോലെ തന്നെ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന് സതുപദേശം വന്നു കിട്ടിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ കുറേ ഗുണങ്ങളും എടുത്തു പറഞ്ഞു അടുത്ത വാചകങ്ങളിലൂടെ. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഗ്രന്ഥമാണ്, നിങ്ങളിലേക്കാണ്, നിങ്ങൾക്കുള്ള സതുപദേശമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു, എന്തിനാ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്? ജനങ്ങളെ, അവിടെയും വിളി മൊത്തം ജനങ്ങളോടാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ പേടിച്ച് സൂക്ഷിച്ചു ജീവിച്ചോളണം. വഖ്ശൗ, നിങ്ങൾ ഭയപ്പെട്ടോളണം. യൗമൻ, ഒരു ദിവസത്തെ. ആ ദിവസം മരണാനന്തരമുള്ള ദിവസമാണ്, ആ ലോകമാണ്. ആ ലോകത്തിന്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. അന്ന് ഒരു പിതാവിനും ഒരു മകന് വേണ്ടിയോ, ഒരു മകനും ഒരു പിതാവിന് വേണ്ടിയോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ്. റബ്ബിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അതൊന്നും വരില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഐഹികമായ ജീവിതത്തെ മാത്രം ആലോചിച്ച് ആ ദുന്യാവിന് വേണ്ടി മാത്രം ഓടി നടക്കുന്ന വഞ്ചനയിൽ പെട്ടുപോകരുതേ എന്ന് അതും മാനവ സമൂഹത്തോട് മുഴുവനുമായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ സന്ദേശമായി നൽകുന്നു. ഇതാണ് ഇസ്ലാം ഉണർത്തുന്ന ഏറ്റവും വലിയ അതിൻ്റെ കാരുണ്യം. എല്ലാവരോടും ആ സംസാരം, എല്ലാവരോടുമാണ് ഈ പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം കേൾക്കേണ്ടതല്ല, എല്ലാവരോടുമാ. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകന്മാര് ആ വീട് അമുസ്ലിമിൻ്റെതാന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് ആരും പറയൂല. എവിടെയും കയറി. എല്ലാവരും മനുഷ്യരാ, എല്ലാ മനുഷ്യരോടുമാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. പക്ഷേ സഹോദരങ്ങളെ, എന്തുകൊണ്ട് സമൂഹത്തോട് വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി തന്നെ പറയേണ്ടി വരുന്നു? ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ലളിതമായ ഈ തത്വങ്ങളിൽ നിന്ന് ഒരു പടി ആളുകൾ അതേ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. സർവലോക പരിപാലകനായ റബ്ബ് അവൻ്റേത് മാത്രമായ ഗുണങ്ങൾ നമുക്കറിയിച്ചു തന്നിട്ട്, ആ റബ്ബിന് മാത്രമുള്ള സവിശേഷതകൾ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും, അവൻ മാത്രമാണ് കഴിവുറ്റവൻ എന്ന് മനസ്സിലാക്കിയിട്ടും, അവനല്ലാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കടിയെപ്പോലും പടച്ചിട്ടില്ലെന്ന് സമ്മതിച്ചിട്ടും, മനുഷ്യനതാ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ നേർച്ച വഴിപാടുകളും അവൻ്റെ അർച്ചനകളും അവൻ്റെ അപേക്ഷകളും അവൻ്റെ ബലിയർപ്പണങ്ങളുമൊക്കെ സർവലോക പരിപാലകനായ സൃഷ്ടാവായ ആ റബ്ബിലേക്ക് മാത്രം തിരിക്കാതെ അവൻ്റെ ചില സൃഷ്ടികളിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തിരിക്കപ്പെടുന്ന സൃഷ്ടികളിൽ കല്ല്, കരട്, കാഞ്ഞിര, കുറ്റി മുതൽ മുള്ള, മുരട്, മൂർഖൻ പാമ്പ് വരെ എന്ന് പറയപ്പെടാവുന്ന നിലക്ക് സർവ വസ്തുക്കളെയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തത്തിലേക്ക് മനുഷ്യൻ വഴിമാറുകയാണ്. സർവലോക പരിപാലകനായ റബ്ബ് മാത്രമാണ് ഖാലിഖെന്നും, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെന്നും, അവനാണ് ഒരിക്കലും മരണമില്ലാത്തവനെന്നും, അവനാണ് രഹസ്യ പരസ്യങ്ങൾ വ്യത്യാസമില്ലാതെ അറിയുന്നവനെന്നും, അവനാണ് സർവാനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും, അവനാണ് ജീവിപ്പിക്കുന്നവനെന്നും, അവനാണ് മരിപ്പിക്കുന്നവനെന്നും, അവനാണ് നേർവഴിയിലേക്ക് നയിക്കുന്നതെന്നും, അവനാണ് ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതെന്നും, അവനെ കൊണ്ട് മാത്രമേ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്നും, അവനാണ് മനുഷ്യരുടെ മനസ്സുകളിലെ വിചാരവികാരങ്ങൾ പോലും അറിയാവുന്ന ഏക ശക്തി എന്നും, അവൻ മാത്രമാണ് നമ്മെക്കുറിച്ച് ഏറ്റവും അടുത്ത ഖരീബെന്നും, അവനാണ് എവിടെ നിന്ന് എപ്പോൾ ആര് വിളിച്ചാലും അതെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എന്നിട്ടതിനെല്ലാം ഉത്തരം നൽകാൻ കഴിവുള്ളവനും. അവന് ഭാഷ പ്രശ്നമല്ല, അവന് വിളിക്കുന്ന ദേശം പ്രശ്നമല്ല, വിളിക്കുന്ന സമയം പ്രശ്നമല്ല,
അവന് വിളിക്കുന്ന നേരം പ്രശ്നമല്ല. സർവരെയും അവന് പരിചയമുണ്ട്, മുഴുവൻ ആളുകളെയും പരിചയമുണ്ട്. യേശുക്രിസ്തു വരുന്നതിന്റെ മുമ്പ് ക്രിസ്തുമതം ഇല്ല, ബുദ്ധൻ ജനിക്കുന്നതിന്റെ മുമ്പ് ബുദ്ധമതമില്ല, ആചാര്യന്മാര് വരുന്നതിന്റെ മുമ്പ് ഹൈന്ദവ മതങ്ങളില്ല. അങ്ങനെ പല രൂപത്തിലുള്ള മതങ്ങളും പിന്നീട് അറിയപ്പെട്ടതാണ്. അതേ അവസരത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മാനവ സമൂഹത്തിന് മുഴുവനും ഉൾക്കൊള്ളാവുന്ന തത്വങ്ങളുള്ള ദീനുൽ ഇസ്ലാം, ആ മതമെന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ നിയമനിർമ്മാണ നിർദ്ദേശങ്ങളുടെ സന്ദേശമാണ്. ആ ഒന്നാമത്തെ മനുഷ്യന് മാത്രമല്ല, ഇനി ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടല്ലോ. ആ അവസാനത്തെ സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡിൽ ജനിക്കാൻ പോകുന്ന, പിറക്കാൻ പോകുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവനോടും പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമായ മതത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. അത് മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന, എല്ലാം അറിയാവുന്ന റബ്ബാണ് അതിൻ്റെ ഓരോ നിയമങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്തിന് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമം യോജിക്കുകയില്ല, അത് ഫിറ്റല്ല എന്ന് പറയാൻ, വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരന്വേഷണത്തിന് ഏതു വിഭാഗക്കാരൻ ഇസ്ലാമിലേക്കൊന്ന് ഡോറ് തുറന്നാലും അവന് റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ അവനതിൻ്റെ ശരിയായ രൂപത്തിലുള്ള വെളിച്ചത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. അതിലേക്കുള്ള ക്ഷണമാണ് പ്രിയമുള്ളവരെ നാം സ്വയം ഉൾക്കൊള്ളുന്നതിൻ്റെ പുറമെ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ കൃത്യമായി റബ്ബ് തന്നെ പരിചയപ്പെടുത്തി, അതാണ് സമൂഹത്തോട് പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തപ്പെട്ട റബ്ബിനെ, അവൻ്റെതായ ഗുണങ്ങളെയും സവിശേഷതകളെയും മറ്റു പലർക്കും മനുഷ്യൻ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതല്ല പൊറുക്കൂലെന്ന് പറഞ്ഞ മഹാപാതകമായ അക്രമമായി കൊണ്ടാണ് എണ്ണിയിട്ടുള്ളത്. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അക്രമം തന്നെ, വമ്പിച്ച അക്രമമാണ് ശിർക്ക്. എന്താ കാരണം? അള്ളാഹുവിൻ്റെതാണ് എല്ലാമെന്ന് മനസ്സുകൊണ്ട് നാവുകൊണ്ടൊക്കെ പറയുക, പ്രവൃത്തിയിൽ മറ്റു പലരിലേക്കും പോവുക. ഈ ഒരവസ്ഥ, ഈ ഒരു പ്രത്യേകമായ ചുറ്റുപാടിൽ മനുഷ്യൻ ചെയ്യുന്നത് അക്രമമല്ലേ, അനീതിയല്ലേ? അതുകൊണ്ട് അവൻ പൊറുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിശ്ചയമായും അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കൂല. അതിൽ താഴെയുള്ള അബദ്ധങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ഇത്രത്തോളം ഗൗരവമായി കൊണ്ടാണ് ശിർക്കിനെ പരിചയപ്പെടുത്തപ്പെടുന്നത്. ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ, അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകമാണ് അവന്റെ സങ്കേതമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിലെല്ലാം വളരെ ഗൗരവമായി കൊണ്ട് റബ്ബ് മാനവ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള വിശുദ്ധമായ ഈ ആദർശം ശരിക്കും മനസ്സിലാക്കുന്നിടത്ത് പിഴവുകൾ ആർക്കൊക്കെ സംഭവിച്ചോ അവരൊക്കെ ഈ ശരിയായ ദൗത്യത്തിൽ നിന്ന് വഴിമാറിപ്പോയി. അങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പലർക്കുമായി പങ്കുവെച്ചു കൊടുത്തു. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ കേട്ടുകഴിഞ്ഞതും അല്ലാത്തതുമായ ധാരാളക്കണക്കിന് സവിശേഷതകളുണ്ട്. അതൊക്കെ റബ്ബിൽ മാത്രം പരിമിതപ്പെടുത്താനാണ് ലോകമനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ എന്തുകൊണ്ടോ ആ സവിശേഷതകൾ മറ്റു പലരിലേക്കും സമർപ്പിച്ചോ, അത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരുടെ പേരിൽ വെച്ച് കെട്ടിയാൽ പോലും അല്ലാഹു പൊറുക്കൂല. അവരെനിക്കിഷ്ടപ്പെട്ട പ്രവാചകന്മാരാണ്, അവരെക്കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ച് പറയും പോലെ പറഞ്ഞോ. റബ്ബ് അനുവാദം തന്നിട്ടുണ്ടോ? എല്ലാം അറിയാവുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എവിടെ വെച്ചും നിങ്ങൾ ആ റസൂലുള്ളാഹിനെ വിളിച്ചോളൂ. ആ റസൂല് നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ വികാരങ്ങൾ പോലും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ ഹബീബാണ്, അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾ ആ റസൂലുള്ളാഹിനെ വിളിച്ചു തേടിക്കോ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പറഞ്ഞോ? റസൂലുള്ളാഹിനെ പറയാൻ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ. എവിടെയും അങ്ങനത്തെ ഒരു ആഹ്വാനം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് പോലും
അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹു പൊറുക്കൂല. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലും, എല്ലാം കേൾക്കുകയാണ് പോലും, അറിയുകയാണ് പോലും, നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിശ്വാസികളുടെയും കൂടെ തന്നെയുണ്ട് പോലും. നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അത് വിശ്വസിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് പോലും പറയുമ്പോൾ എത്രത്തോളം വലിയ അബദ്ധത്തിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തൽ മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബത്ത് അവരാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടവർ. ഞാനും നിങ്ങളും ഹബീബിനെ കണ്ടിട്ടില്ല, ഞാനും നിങ്ങളും ഹബീബിന്റെ ശബ്ദം കേട്ടിട്ടില്ല. നമുക്ക് അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗത്തിൽ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൺകുളിർക്കെ കണ്ട, അവിടുത്തെ ശബ്ദം കേട്ട, അവിടുത്തോടൊപ്പം മജ്ലിസും വേദിയുമൊക്കെ പങ്കിട്ട മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഒരു വിശേഷണങ്ങൾ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. ജീവിതകാലത്ത് പോലും വിശ്വസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്തിന് പലർക്കും പലതും പലപ്പോഴും ചോദിക്കാനുണ്ടായിരുന്നു. പല സഹാബിമാരും, അവരിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് എന്തും ചോദിക്കാനും പഠിക്കാനും മസ്അലകൾ അറിയാനും ദീനിന്റെ ഹുക്മുകൾ അറിയാനും മതവിധികൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഏക ആശ്രയം അന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി തിരുമേനിയോട് വല്ലതും ചോദിക്കാനുള്ള ഏതെങ്കിലും ഒരു സഹാബ പുരുഷനോ സഹാബ വനിതയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളയിടം എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടുത്തെ സാന്നിധ്യത്തിലെത്തിയിട്ട് അവിടുന്ന് ശബ്ദം കറഞ്ഞാൽ അവിടുത്തെ ശബ്ദം അല്ലെങ്കിൽ അവിടുത്തെ കാതുകൾക്ക് തൻ്റെ ശബ്ദം കേൾക്കാവുന്ന ദൂരപരിധി എവിടെയാണോ അവിടെ തന്നെ പോയിട്ട് സംശയം ചോദിക്കുന്നു. എന്താ കാരണം? ഒരു സഹാബിയും വീട്ടിലിരുന്നു കൊണ്ട് പ്രവാചകരെ എനിക്കിന്നൊരു സംശയമുണ്ട്, അതൊന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞു കാണുന്നില്ല. ഒരു സഹാബ വനിതയും വീട്ടിലിരുന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് എനിക്കിന്ന സംശയമുണ്ട് എന്ന് ചോദിച്ചത് കാണാൻ നമുക്ക് സാധ്യമല്ല. എന്താ കാരണം? എന്തിനാ അവരിത്ര പ്രയാസം സഹിച്ച് റസൂലുള്ള ഉള്ള ഇടത്തേക്ക് പോയത്? അള്ളാഹിന്റെ റസൂലിനെ വീട്ടിലിരുന്ന് വിളിച്ചാൽ അവിടുന്ന് കേൾക്കൂല, ഉത്തരം ചെയ്യൂല. അത് ജീവിതകാലത്ത് തന്നെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ തന്നെ ഉറങ്ങാത്ത സമയം നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഉറങ്ങിയാ സംസാരിക്കുന്നത് മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ തത്വങ്ങളും സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചുവോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസാന്നിധ്യത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് അവർ സംസാരിച്ചിട്ടില്ല. ജീവിതകാലത്ത് ദൂരദേശങ്ങളിലേക്ക് യാത്ര പോകുന്ന സഹാബിമാര് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണമെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുവോളം അവർ കാത്തിരിക്കേണ്ടി വരുന്നത്. ദൂരദേശങ്ങളിൽ വെച്ച് വിളിച്ചാൽ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ വിളി കേട്ട് ഉത്തരം ചെയ്യില്ലെന്ന ഉറച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ അവർ വിശ്വസിച്ചത് കൊണ്ട് സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ല എന്ന് വരുമോ? സ്വഹാബാക്കൾക്ക് അള്ളാഹിന്റെ റസൂലിനെ പുച്ഛിക്കലാണ് പണി എന്ന് വരുമോ? സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴിവുകളെ അംഗീകരിച്ചിട്ടില്ല എന്ന് വരുമോ? ഒരിക്കലും വരില്ല. കാരണം അവർ മനസ്സിലാക്കിയത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവരെന്താണോ മനസ്സിലാക്കിയത് അതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ ഏത് ഘട്ടത്തിലും അവർ ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ ജീവിതകാലത്ത് മാത്രമല്ല സുഹൃത്തുക്കളെ, മരണത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ അഭിപ്രായം ചോദിച്ചോ? അവർ വല്ല മുശാവറയും നടത്തിയോ? അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ട് വഫാത്തായി കിടക്കുന്ന ദിവസം സഹാബാക്കൾക്കിടയിൽ ചർച്ച നടക്കുകയാണ്. അവിടുത്തെ ശരീരം എവിടെയാണ് മറമാടേണ്ടത്? എവിടെയാണ് അവിടത്തേക്ക് വേണ്ടി ഖബർ ഒരുക്കേണ്ടത്? സഹാബാക്കൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും. മക്കയിലേക്ക് കൊണ്ടുപോകണോ? പൊതുശ്മശാനമായ ബഖീയിൽ മറമാടണോ? അതോ എന്ത് ചെയ്യണം എന്ന ചർച്ച നടക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മണ്ണിനടിയിലേക്ക് വെച്ചിട്ടില്ല. ഈ ഭൂമി പുറത്ത് തന്നെ ആയിഷ ഉമ്മ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അകത്തുണ്ട്.
ഒരു സഹാബിമാരും പോയി മുശാവറ നടത്തിയിട്ടില്ല. നബിയെ, അങ്ങയുടെ ഖബർ എവിടെ ഒരുക്കുന്നതാണ് അങ്ങേക്ക് ഇഷ്ടമെന്ന് ആ കിടക്കുന്ന ജനാസയോട് ആദരവോടുകൂടി ഒരു സഹാബിമാരും ചോദിക്കാതെ അവര് പരസ്പരം, ആ ജനാസ ഒരു ഭാഗത്തുണ്ടെങ്കിലും സഹാബിമാര് മറ്റൊരു പന്തലിൽ ഒരുമിച്ച് കൂടിയിട്ട് അവര് പരസ്പരം മുശാവറ നടത്തുകയല്ലാതെ റസൂലുള്ളാഹിനോട് മുശാവറ നടത്തി കാണുന്നില്ല. എന്താ കാരണം? ആ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിന്റെ കഴിവിൽ അവർക്ക് വിശ്വാസമല്ലേ? ആ ഹബീബിനോട് അവർക്ക് സ്നേഹമല്ലേ? ആ ഹബീബിനെ കുറിച്ച് അവർക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഇല്ലേ? എന്തുകൊണ്ടാ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാ അവർ ചെയ്യാത്തത്? അത് അവിടുന്ന് പഠിപ്പിച്ചതല്ല, അത് അവിടുന്ന് പഠിപ്പിച്ച തത്വമല്ലാത്തത് കൊണ്ടാണ് അവരാരും ചെയ്യാതിരുന്നത്. ഇനി ജനാസ കുളിപ്പിക്കുന്ന നേരത്ത് തർക്കമായി. എങ്ങനെ കുളിപ്പിക്കണം? മുഴുവൻ വസ്ത്രവും നീക്കിയിട്ട് കുളിപ്പിക്കണോ, അതോ ഉള്ള വസ്ത്രം ഊരാതെ തന്നെ കുളിപ്പിക്കണോ? എന്ത് വേണം? അവർക്കിടയിൽ ചർച്ച നടക്കുക എന്നതല്ലാതെ അവിടെ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുശാവറ നടത്തുന്നില്ല. അവര് പരസ്പരം മുശാവറയിലാണ്. അതുപോലെ തന്നെ ഏതെല്ലാം വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായി, ആരായിരിക്കണം ശേഷമുള്ള ഖലീഫ, ചൂട് പിടിച്ച തർക്കങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ ഒരു പ്രത്യേകമായ പന്തലിന്റെ കീഴെ വെച്ച് സഹാബിമാര് പരസ്പരം മുശാവറ നടത്തുകയെന്നല്ലാതെ ആ ജനാസയുടെ സമീപത്ത് പോയിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ നിൽക്കുന്നു അബൂബക്കർ, ഇതാ നിൽക്കുന്നു ഉമർ, ഇതാ നിൽക്കുന്നു ഉസ്മാൻ, ഇതാ നിൽക്കുന്നു അലി, ഇതാ നിൽക്കുന്നു ഇന്ന സഹാബിമാർ റളിയല്ലാഹു അൻഹും, അവിടുന്ന് കിടക്കുകയല്ലേ? സംസാരിക്കണ്ട നബിയെ, അങ്ങയുടെ കൈവിരലൊന്ന് ചൂണ്ടിയിട്ട് ഈ നിൽക്കുന്ന സഹാബിമാരിൽ ആരെയാണ് നിങ്ങൾ ഖലീഫയായി നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ കൈയൊന്നു പൊക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾ പോയിട്ട് മുശാവറ നടത്തിയോ? സഹായം ചോദിച്ചോ? ഇല്ലല്ലോ. മറിച്ച് ജനാസ ഒരു ഭാഗത്ത് അവിടെയുണ്ടെങ്കിലും ഒരു പന്തലിന്റെ കീഴെ ഒരുമിച്ച് കൂടിയിട്ട് മഹാന്മാരായ സഹാബികൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയാണ്, അതേ, നമ്മളിവിടെ സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്ത് നഗറിലേക്ക് ഹബീബ് ഇങ്ങനെ വരുന്നുണ്ട്, ഹബീബിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, ഹബീബ് എല്ലാം കാണുകയാണ്, കേൾക്കുകയാണ്, ആനന്ദിക്കുകയാണ്, നമ്മെ മുസാഫഹത്ത് നടത്തുകയാണ്, നമ്മുടെ എല്ലാം ഇതാ ലൈവായിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോ അതെന്തേ മുൻഗാമികളായ സഹാബത്തിന്റെ വിശ്വാസമായി കൊണ്ട് ഒരു തെളിവ് തരാതെ പ്രസംഗിക്കുന്നത്? അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ, ഒരു പ്രമാണമുണ്ടെങ്കിൽ, മാനവ സമൂഹത്തിന്റെ മുഴുവൻ മാർഗദർശനമായ ഗ്രന്ഥമായ ഒന്നാമത്തെ പ്രമാണമായ ഖുർആനിൽ കാണണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ അതിന്റെ ഔദ്യോഗികമായ വിശദീകരിക്കാൻ നിർത്തിയിട്ടുള്ള നേതാവ്? അവിടുത്തെ വിശദീകരണങ്ങളിൽ വരണ്ടേ? സ്വഹാബത്ത് അങ്ങനെ വിശ്വസിക്കണ്ടേ? അവരുടെ പ്രവൃത്തിപഥത്തിൽ അങ്ങനെയൊന്ന് കാണണ്ടേ? എന്തുകൊണ്ടാണ് കാണാത്തത് പ്രിയമുള്ളവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അതേ അവിടുന്ന് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതിലപ്പുറം വഴിമാറി സഞ്ചരിക്കാൻ മരണബോധമുള്ള, പരലോകബോധമുള്ള ഒരൊറ്റ സ്വഹാബിയും തയ്യാറായിട്ടില്ല. ആ പാതയിലേക്കാണ് സമൂഹത്തെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ഷണിക്കേണ്ടത്. അതിലാണ് സുരക്ഷിതത്വമുള്ളത്, അതിലാണ് സുരക്ഷിതത്വമുള്ളത്. മറിച്ച് അള്ളാഹുവിന്റെ മാത്രം കഴിവുകളായ, നേരത്തെ പറഞ്ഞതും അല്ലാത്തതുമായ, എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കും. ഞാൻ എനിക്ക് ഇടങ്ങേറ് ബാധിച്ചാൽ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പോലും അങ്ങനെ വിശ്വസിക്കാവതല്ലെങ്കിൽ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നവരായ നല്ലവരാണോ അല്ലേ എന്ന് തീരുമാനിക്കപ്പെടാത്ത, ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത മഹാത്മാക്കളാവട്ടെ അല്ലാത്തവരാകട്ടെ ആരാവട്ടെ, അവർക്ക് ആ കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടോ? അവർക്കാർക്കെങ്കിലും അങ്ങനെ ഒരു പവർ റബ്ബ് കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോ, ഓ പുത്തമ്പള്ളി മൂപ്പരേ, എന്റെ രോഗം മാറ്റണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, അതല്ലെങ്കിൽ മറ്റു പലരെയും വിളിച്ചുകൊണ്ട് പറയുന്നത്. ഇത് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹനീയമായ ആദർശത്തിൽ നിന്ന് മനുഷ്യനതാ തെറ്റിത്തിരിഞ്ഞു പോയതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവരൊക്കെ എല്ലാം കാണുമെന്ന് വിശ്വസിക്കുകയാണ്,
എല്ലാം കേൾക്കുമെന്ന് വിശ്വസിക്കുകയാണ്, എല്ലാം അറിയുമെന്ന് വിശ്വസിക്കുകയാണ്. അവർക്കെല്ലാത്തിനും കഴിവ് റബ്ബങ്ങ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രമാണവും ശരിക്കും ഉദ്ധരിക്കാനില്ല. ഖുർആൻ ഉദ്ധരിക്കാനില്ല വസ്തുനിഷ്ഠമായി, ഹദീസ് ഉദ്ധരിക്കാനില്ല സ്വഹീഹായ നിലക്ക്. മുൻഗാമികളായ സഹാബത്തിന്റെ വിശ്വാസം ഇപ്രകാരം അവര് പ്രവർത്തിച്ചു എന്ന് കുറ്റമറ്റ ഒരു സനദിന്റെ രൂപത്തിൽ ഒരു കൃത്യമായ സനദോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ പറയാവുന്ന നിലക്ക് ഒരാൾക്കും ഒന്നും ലഭിച്ചിട്ടില്ല. മറിച്ച് ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള പല പ്രസിദ്ധീകരണങ്ങളും പല പുസ്തകങ്ങളും ആലപ്പാട്ടുകളും മൗലിദ് കിതാബുകളും അതൊക്കെ പ്രമാണങ്ങളാക്കിക്കൊണ്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയിട്ടുള്ള മാലപ്പാട്ടുകളും പുസ്തകങ്ങളും മങ്കോസ് മൗലിദും അതുപോലെ തന്നെ ഷറഫല്ലന മൗലിദും അതുപോലെയുള്ള മൗലിദ് കിതാബുകളും മാലപ്പാട്ടുകളുമൊക്കെ അതിൽ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കുള്ള പ്രമാണമെന്ന് പറയുന്ന അത്രത്തോളം വലിയ ദുരന്തത്തിലേക്ക് ഒരു സമുദായം മതപ്പതിച്ചു പോകുന്നു. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതല്ലേ സഹോദരന്മാരെ? ഏറ്റവും വലിയ രൂപത്തിൽ മനുഷ്യന്റെ ചിന്ത കൊടുത്തുകൊണ്ട് സർവലോക പരിപാലകനായ റബ്ബ്, ആ റബ്ബിന്റെ ഗുണങ്ങളെ നിങ്ങൾ മറ്റൊരാളിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അതവന് സമന്മാരെ സങ്കല്പിക്കലാണെന്ന് അള്ളാഹു അതൊരിക്കലും പൊറുക്കുകയില്ലെന്ന് ഗൗരവത്തോടെ പറഞ്ഞിട്ടും ഖബർ സിയാറത്തിന്റെ പേരിൽ ജാറങ്ങളായ ജാറങ്ങളിലൂടെയൊക്കെ മറ്റുള്ള സമുദായങ്ങളെ കൊണ്ടുപോലും ചോദിപ്പിക്കുന്ന നിലക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ എതിർക്കാൻ അവകാശം? ഞങ്ങൾ നിർത്തിയിട്ട ക്ഷേത്രങ്ങളിലെ നിർത്തിയിട്ട പ്രതിമകൾക്ക് മുമ്പിൽ പോയി ചോദിക്കും പോലെ നിങ്ങളതാ വസ്ത്രം കൊണ്ട് മൂടിയിട്ടിട്ടുള്ള നിങ്ങളുടെ മഹാന്മാരെന്ന് പറയുന്നവരുടെ ഖബറുകളുടെ സമീപത്ത് പോയിട്ട് നിങ്ങൾ വളരെ ഭവ്യതയോടെ അവരെ വിളിച്ചു തേടുന്നുണ്ടല്ലോ, അവിടെ വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ, അവിടെ ചുംബനമർപ്പിക്കുന്നുണ്ടല്ലോ, അവിടെ വന്ദനം അർപ്പിക്കുന്നുണ്ടല്ലോ, അവിടുത്തേക്ക് വേണ്ടി നേർച്ച വഴിപാടുകളും കാണിക്കകളും കാണിക്കപ്പെട്ടിയിലുമൊക്കെ നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത അന്യ സമുദായത്തിലെ ആളുകളെ കൊണ്ടുപോലും ചോദിപ്പിക്കുന്ന നിലക്ക് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാര് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥമായ ദിശയിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ അതാണ് ജാറങ്ങളിലൂടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ദുരന്തം. അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഖബറുകൾ അതാ കെട്ടി ഉയർത്തുകയായി. അത് അന്യ സമുദായക്കാരൻ തെറ്റിദ്ധരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾ, മൂപ്പന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഖബർ സാധാരണക്കാരൻ്റേതുപോലെയല്ല, കുറച്ച് കൂടുതൽ ഉയരത്തിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കണമെന്ന് അന്യ സമുദായക്കാരന് തോന്നിപ്പോയി. എന്താ കാരണം? ഇസ്ലാമിന്റെ ലേബിളിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ ആ പ്രവൃത്തി ചെയ്തു. അതിന്മേൽ പട്ടുവിരിച്ചു, അവിടെ വിളക്ക് കൊളുത്തി. ഇസ്ലാം അംഗീകരിച്ചതാണോ? നാം ഏറെ സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ നേതൃത്വത്തിലും അല്ലാതെയും എത്രയോ സഹാബിമാരെ ഖബറടക്കിയിട്ടില്ലേ? ആ ഖബറുകളൊക്കെ ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടോ? അതിന്മേൽ വസ്ത്രം മൂടിയിട്ടുണ്ടോ? അവിടെ നിന്ന് ബറക്കത്താശിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ? ആ ഖബറുകളിന്മേൽ തൊട്ട് വന്നിച്ചിട്ടുണ്ടോ? ചുംബനമർപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടന്നിട്ടുണ്ടോ? അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? അവരോട് കാര്യങ്ങൾ രോഗശമനം പോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ വിളിച്ച് തേടിയിട്ടുണ്ടോ? കാണാൻ സാധ്യല്ല. ഒരാൾക്കും കാണിച്ചു തരാനും സാധ്യല്ല. അപ്പൊ അതല്ലേ ശരിയായ റൂട്ട്? അതല്ലേ അന്യ സമുദായക്കാരന് കൂടി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? ആ രൂപത്തിൽ അത് ആ സമുദായത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് അള്ളാഹു ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത സമ്പ്രദായങ്ങൾ ജാറത്തിന്റെയും ഉത്സവങ്ങളുടെയും പേരിൽ നടക്കുന്നു. ആനയും അമ്പാരിയും അതുപോലെ തന്നെ വെഞ്ചാമരം വീശുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നു. അതേ ഉത്സവമേളങ്ങൾ നടക്കുന്നു, നേർച്ചപ്പൂരങ്ങൾ നടക്കുന്നു. അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മഹാന്മാരുടെ ഖബറിടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു. അതൊക്കെ തെറ്റാണെന്ന് ഞങ്ങളും പറയുന്നു എന്ന് അതേ സംസാരത്തിനിടയിൽ ചിലരൊക്കെ പറയാറുണ്ടെങ്കിലും അവരൊക്കെ അംഗീകരിക്കുന്ന മുൻഗാമികളെന്ന് പറയപ്പെടുന്ന വലിയ വലിയ മുസ്ലിയാക്കന്മാരൊക്കെ ആനക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞവരാണ്. ചെണ്ടമുട്ടും ബാൻഡുമൊക്കെ ആകാമെന്ന് പറഞ്ഞവരാണ്. കുഴൽവിളി അനുവദനീയമാണെന്ന് പറഞ്ഞവരാണ്. കരിമരുന്ന് പ്രയോഗം ചിലപ്പോൾ അത്യാവശ്യമാണെന്ന് പോലും പറഞ്ഞവരാണ്.
അതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിതൊക്കെ മുമ്പേ എതിർത്തവരാണ്, നമ്മെക്കുറിച്ച് വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ മുജാഹിദുകൾ സലഫികൾ പറയുന്ന ചില ദുരാരോപണങ്ങൾ മാത്രമാണിതെന്ന് ഏതെങ്കിലും സഹോദരന്മാരുടെ കാതുകളിൽ വന്ന് കേട്ടാൽ നിങ്ങൾ അവരോട് ചോദിക്കണം. നിങ്ങളേറെ ആദരിക്കുന്ന, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വലിയ പണ്ഡിതനായിരുന്ന ചാലിയത്തുള്ള പ്രത്യേകമായ മുഫ്തി, ചാലിയത്തുള്ള ശാലിയാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ, ഇരു സമസ്തകളും അംഗീകരിക്കുന്ന വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ചെണ്ട ഹറാമാണോ, ബാൻഡ് ഹറാമാണോ, കുഴൽവിളി ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന പുസ്തകവും ഫത്വയും വന്നതാണ്. അത് കേരളത്തിലെ ഈ വിഭാഗത്തിന്റെ പത്രങ്ങളിൽ വരെ ആ ഫത്വകൾ രേഖപ്പെട്ട് വന്നതുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, കക്ഷി മാത്സര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സർവലോക പരിപാലകനായ റബ്ബിന്റെ റസൂല് അവിടുന്നതാ മുൻഗാമികളായ സ്വഹാബത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക്, ആചാരങ്ങളിലേക്ക്, സംസ്കാരങ്ങളിലേക്ക് ഈ സമൂഹം വന്നാലല്ലാതെ ഇതിന്റെ ആദിമ തലമുറ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ടല്ലാതെ ഇതിന്റെ അന്തിമ തലമുറയും നന്നാകൂല എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിച്ചത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല. മുജാഹിദുകൾ പുതിയ വാദക്കാര്, അവരോ പഴയ വാദക്കാര്. ഏതാ പുത്തൻവാദം? ഖബറിങ്ങൾ വിളക്ക് കൊളുത്തരുത്, പുത്തൻവാദം. ഖബറിങ്ങൾ വിളക്ക് കത്തിക്കണം, കത്തിച്ചേ പറ്റൂ, അത് പഴയ വാദം. ഇതെങ്ങനെയാ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോളം എത്തുന്ന പഴക്കമുള്ള വാദം ഏതാണ്? ഏതാണ് പഴക്കമുള്ള വാദം? ഏതാണ് പുതിയ വാദം? ഇത് ശരിക്കും മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അസുഖങ്ങൾ വന്നാൽ മനുഷ്യൻ ചരട് കെട്ടുകയാണ്, ഹോമം നടത്തുകയാണ്, ദുർമന്ത്രവാദങ്ങൾ നടത്തുകയാണ്. അതുപോലെ തന്നെ കോഴിച്ചോര കൊണ്ടുള്ള പരിപാടികൾ, അതുപോലെ തന്നെ പ്രത്യേകമായ പല രൂപത്തിലുള്ള വസ്തുക്കളെ കൊണ്ടും ജീവികളെ കൊണ്ടും അതുപോലെ തന്നെ ഇലവർഗങ്ങളെ കൊണ്ടും പഴവർഗങ്ങളെ കൊണ്ടും വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമുള്ള ദുർമന്ത്രവാദങ്ങളും ഹോമങ്ങളും ഉറുക്കുകളും തകിടുകളും ആ രൂപത്തിലുള്ള മന്ത്രവാദോച്ചാരണങ്ങളും അത് കഴുത്തിലും കൈത്തണ്ടയിലും അതുപോലെ തന്നെ അരയിലും അതുപോലെ കുഞ്ഞുങ്ങളുടെ കൈത്തണ്ടയിലും അരയിലുമൊക്കെ കെട്ടിക്കൊടുത്ത് വീടിന്റെ കാവലിന് വേണ്ടി വീടിന്റെ നാലു മൂലകളിൽ കുപ്പി തൂക്കി തകിട് തൂക്കി ഷോപ്പിന്റെ പുരോഗതിക്ക് വേണ്ടി അതാ തകിടുകൾ പ്രത്യേകമായി അതേ ഫ്രെയിം ചെയ്തുകൊണ്ട് വീടിന്റെയും ഷോപ്പുകളുടെയും മുന്നിൽ തൂക്കി അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ശരിയായ രൂപത്തിലുള്ള സർവകാര്യങ്ങളിൽ നിന്നും മാറിയിട്ടതാ മന്ത്രിച്ച ചരട് കെട്ടുന്ന സംസ്കാരം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണോ? ആർക്ക് പറയാൻ സാധിക്കും? പഴയ മതത്തിൽ അതുണ്ടോ? ഏതാണ് പുത്തൻവാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖമായപ്പോൾ ഒരു ചരട് സ്വന്തം കെട്ടിയ ഒരു ഹദീസ് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്ക് കെട്ടിക്കൊടുത്തത് കാണാൻ കഴിയുമോ? അവിടുത്തെ ഭാര്യമാർക്ക് കെട്ടിക്കൊടുത്തത് കാണാൻ കഴിയുമോ? പേരമക്കൾക്ക് കെട്ടിക്കൊടുത്തത് കാണാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സഹാബിക്ക് മന്ത്രിച്ച ചരട് കൊടുത്തത് കാണാൻ കഴിയുമോ? ഖിയാമത്ത് നാൾ വരെ കാണാൻ കഴിയൂല. അങ്ങനെ ഒരു സമ്പ്രദായമല്ല. അവിടുന്ന് ഇങ്ങനെ ഹോമത്തകിടും അതുപോലെയുള്ള ആ രൂപത്തിലുള്ള ചികിത്സകൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള അവിടുത്തേക്ക് വേദന വന്നിട്ടുണ്ട്, അവിടുന്ന് രോഗിയായിട്ടുണ്ട്, അവിടുന്ന് വിഷമിച്ചിട്ടുണ്ട്, അവിടുത്തെ മക്കൾ രോഗിയായിട്ടുണ്ട്, അവിടുത്തെ ഭാര്യമാര് രോഗിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അതേ സർവലോക പരിപാലകനായ റബ്ബിനോട് എല്ലാ വേദനകളെയും നീക്കിത്തരുവാൻ വേണ്ടി കേണപേക്ഷിക്കുന്ന മന്ത്രവും ദുആയും അവിടുന്ന് ഉരുവിടുന്നു. അതുപോലെ തന്നെ വേദനിച്ച് വന്നുകൊണ്ട് ഒരു
ഒരു സഹാബി വേദനയുണ്ട് പ്രവാചകരെ ശരീരത്തിൽ അന്ന് അവിടുത്തെ മുമ്പിൽ എന്ന് പറഞ്ഞപ്പോൾ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഓ സഹോദരാ, വേദനിക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്റെ കൈപ്പത്തി വെച്ചുകൊണ്ട്, നിന്റെ കൈ വെച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് 3 തവണ നീ ചൊല്ലിക്കോ. പിന്നീട് അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ ജിദു വ ഉഹാദിറു, അല്ലാഹുവിനോട് അവന്റെ ഖുദ്റത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഭയപ്പെടുന്ന, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രൂപത്തിലുള്ള ഷർറുകളിൽ നിന്നും ഞാൻ കാവല് ചോദിക്കുന്നു. 7 തവണ നീ പ്രാർത്ഥിച്ചോ. 3 തവണ ബിസ്മില്ലയും 7 തവണ ഈ ചൊല്ലപ്പെട്ട പ്രാർത്ഥനയും അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ സഹാബി അത് നിർവഹിക്കുകയാണ്. രോഗിയുടെ സമീപത്ത് ചൊല്ലുമ്പോ ആ രോഗിക്ക് വേണ്ടി നമ്മൾ അതാ ദുആ ചെയ്യുകയാണ്. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ 7 തവണ നമ്മൾ പറയുകയാണ്. അദീമായ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്, അർശിന്റെ ഉടമയായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫിയക, നിനക്ക് സുഖം നൽകാൻ. അതുപോലെ തന്നെ അതാ മന്ത്രിക്കുകയാണ്, ബിസ്മില്ലാഹി ഉർഖീക്, ഞാനിതാ അല്ലാഹുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി മന്ത്രിക്കുന്നു. എല്ലാവിധത്തിലുള്ള കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും, എല്ലാ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും, അതുപോലെയുള്ള സർവ്വരൂപത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ഞാനിതാ നിനക്ക് വേണ്ടി റബ്ബിനോട് കാവല് ചോദിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകൾ, എത്രയെത്ര മന്ത്രങ്ങൾ, ഏതെല്ലാം രൂപത്തിൽ. പേരമക്കളായ ഹസൻ ഹുസൈനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മക്കളെ, നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി ഞാൻ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ശൈത്താന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും, എല്ലാ ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും, ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് കാവല് ചോദിക്കുന്നു. ഇതൊക്കെയാ പഴയ മതം. പുതിയതെന്താ? കണ്ണേറ് തട്ടിയാൽ ഉടനെ എഴുതി വെക്കണം, വീടിന്റെ മുമ്പിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ കരിങ്കണ്ണാ നോക്ക്. അതുപോലെ തന്നെ അതാ ഒരു പഴയ രൂപത്തിലുള്ള ഒരു സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് അതിന്റെ തലയിൽ അതാ ഒരു ചട്ടി കമഴ്ത്തിയിട്ട് ചുണ്ണാമ്പ് കൊണ്ട് കണ്ണും നാക്കും മൂക്കും വരച്ച് ഒരു കോലം നാട്ടിയിട്ട് കരിങ്കണ്ണാ നോക്കെന്ന് പറഞ്ഞ വീടിന് കാവലായി, വീടിന് സുരക്ഷിതത്വമായി. ആ രൂപത്തിൽ അതാ കണ്ണേറിനെ പ്രതിരോധിക്കുന്ന പുത്തൻ മതക്കാര്. അതുപോലെ തന്നെ ചെറിയ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ കുട്ടിയെ കാണാൻ വരുന്നവരുടെ കണ്ണ് തട്ടാതിരിക്കാൻ അതാ കുട്ടിയെ കുളിപ്പിച്ചൊരുക്കിയിട്ട് പൗഡറിട്ട് കുട്ടിയുടെ കവിളിന്റെ ഭാഗത്ത് കറുത്ത ഒരു പൊട്ടുകുത്തുന്നു. മുസ്ലിമേ, എത്ര പൈതങ്ങളുടെ കവളത്താ നിന്റെ ശിർക്കിന്റെ പൊട്ടുകുത്തിയത്? കണ്ണേറ് തട്ടാതിരിക്കാൻ ആരാ നിന്നോട് കവിളത്തൊരു കുത്തുകുത്താൻ പറഞ്ഞത്? അതുപോലെ തന്നെ കുഞ്ഞിന്റെ അരയിലതാ കറുത്ത ചരട് കെട്ടി കൊടുക്കുന്നു, കൈകളിലതാ കരിവളകൾ കൊടുക്കുന്നു, അതേ ചെറിയ ചെറിയ രൂപത്തിലുള്ള വളയങ്ങൾ ധരിപ്പിക്കുന്നു. എവിടെ നിന്ന് വന്നതാ ഈ സംസ്കാരം? ആരാണിതിനൊക്കെ നിനക്ക് വഴി കാണിച്ചു തന്നത്? സർവലോക പരിപാലകനായ റബ്ബിലൂടെ ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലല്ല കണ്ണേറിനെ പ്രതിരോധിച്ചത്. അവിടുന്ന് കണ്ണേറില്ല, കണ്ണേറൊന്നും സംഭവിക്കൂല, അതൊക്കെ അന്ധവിശ്വാസാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണേറൊക്കെ ഉണ്ട്, കണ്ണേറ് സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉപദ്രവം കിട്ടുന്ന ഒരു കാരണമാണ്, അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ്. ചില നോട്ടങ്ങളിലൂടെ ചില രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം, എല്ലാം അതായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിനാ ഇസ്ലാം പറഞ്ഞത് അതൊക്കെ നിശ്ചയിച്ച റബ്ബിനോട് പറ, റബ്ബിനോട് പ്രാർത്ഥിക്ക്. ചിലരൊക്കെ മനസ്സിലാക്കി ഒരു വാദപ്രതിവാദം എടുത്ത് നടന്നപ്പോ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളുമായി കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാര് നടത്തിയ ഒരു സംവാദത്തിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടു, കണ്ണേറൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ജൂദായിസമാണ്, അത് ഖുർആനിനെതിരാണെന്ന്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണേറിന്റെ ശർറിൽ നിന്ന് ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി മന്ത്രം നടത്തിക്കൊണ്ട് ദുആയിരുന്നുവെങ്കിൽ ആ പ്രസംഗിച്ച മൗലവിയടക്കമുള്ളവർ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ?
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നവർക്ക് നടത്തിയ മന്ത്രം ജൂദായിസമാണോ, അത് ഖുർആനിന് വിരുദ്ധമാണോ? ഇങ്ങനെ എത്ര സംഗതികളുണ്ട്, എത്ര പ്രശ്നങ്ങൾ വളരെ ലളിതമായി ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. ഈ വഴികളിൽ നിന്നെല്ലാം വിട്ടു, ഈ വഴികളെയെല്ലാം അന്ധവിശ്വാസമാക്കി മാറ്റി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേടത്ത് നിന്ന് മാറിപ്പോയി. അങ്ങനെ പലയിടങ്ങളിലേക്കും ആളുകൾ പോയപ്പോ പലരെയും അടിച്ചു കൊല്ലുന്ന അവസ്ഥയിലേക്കും എത്തി. ആ രൂപത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ സമൂഹത്തിലെ ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാ? ഇസ്ലാം പഠിപ്പിച്ചേടത്ത് നിൽക്കാതെ ഫലിപ്പിച്ചത് പലതും ഒഴിവാക്കുകയും ഇല്ലാത്ത പലതും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള ചൂഷകന്മാര് സമൂഹത്തിലുണ്ടായി. അവർക്കെതിരെ സമൂഹത്തിന്റെ കണ്ണും കാതും എന്നും അതാ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പാകെ അതേ കൃത്യമായ നിലക്ക് തന്നെ പ്രമാണം പഠിച്ചവർക്കൊന്നും ആ കാര്യത്തിൽ എവിടെയാണ് സത്യമെന്നോ എവിടെയാണ് അസത്യമെന്നോ മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവും ഇല്ലാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ അതാ ചില നാടുകളിൽ കാണുന്നു കടുകും മുളകുമൊക്കെ ഒഴിയുകയാണ്. കുട്ടിക്ക് അസുഖം വന്നു, കണ്ണേറ് തട്ടിയിട്ടുണ്ട് പോലും, കുട്ടിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് പോലും. അങ്ങനെ മനുഷ്യന്മാരുടെ മുമ്പിൽ അതാ മുളക് ഒഴിയുന്നു. മുളക് കൊണ്ട് ഇങ്ങനെ ഒരു ഒഴിച്ചില്, കടുക് കയ്യിൽ ഇങ്ങനെ വാരിയിട്ട് ഒരു ഒഴിച്ചില്, ഇങ്ങനെ പല രൂപത്തിൽ പലർക്കും പലതാണ്. കുട്ടികൾ നിർത്താതെ കരയാണെങ്കിൽ ചാത്തൻ മഠങ്ങളിലേക്കാണ് നേർച്ച, ചാത്തൻ സേവകളിലേക്ക് കുട്ടി വല്ലാതെ കരയുന്നുണ്ട്, അവിടേക്ക് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കി ആ കുട്ടിപ്പ കരച്ചിൽ നിർത്തും. ഈ രൂപത്തിൽ ശിർക്കിൻ്റെതായ മന്ത്രവാദങ്ങളിലേക്ക്, ഹോമങ്ങളിലേക്ക്, ആ രൂപത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് പിശാചിങ്ങനെ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം അതിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ എവിടെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളിലേക്ക് തിരിച്ചു പോകുന്നു. പാമ്പിൻ്റെ ഉപദ്രവമുണ്ടായ പാമ്പുംകാവിലേക്ക് ഒരു കോഴിമുട്ട, പാമ്പുംകാവിലേക്ക് ഒരു നേർച്ച, അത് പാമ്പിന്റെ ഉപദ്രവം നീക്കാൻ വേണ്ടി ഒരു പാമ്പിന്റെ കോലത്തിൽ പ്ലേറ്റിൽ ഒരു കാര്യവുമായിട്ട് ചില ചങ്ങാതിമാര് വരും. അങ്ങനെ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക. വേറെ ചില ആളുകൾ ചുവന്ന വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പച്ചയാക്കിയിട്ട് ഒരു കോഴിമുട്ട അരിയിലും മുളകിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അതിലേക്ക് എന്തെങ്കിലും കൊടുക്കുക, അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് പ്രസാദം വാങ്ങുക. ഇങ്ങനെ വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വല്ല ഏർപ്പാടും നടത്തിയോ? അവിടുന്ന് പറഞ്ഞു, പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ 3 തവണ പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ പറഞ്ഞു. പ്രഭാതത്തിൽ നീ അങ്ങനെ പറഞ്ഞു, പ്രദോഷത്തിൽ പറഞ്ഞു, വൈകുന്നേരമാകുമ്പോൾ പ്രത്യേകം പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്ന് സമ്പൂർണമായ റബ്ബിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന അവനോട് ഞാനിതാ കാവല് ചോദിക്കുന്നു. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച തത്വങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയപ്പോൾ ആ സ്ഥാനങ്ങൾ പലരും കൈയടക്കി. അങ്ങനെ പല ചൂഷകന്മാരും വന്നു, പല ചികിത്സാരികളും വന്നു, അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന കൃത്യമായ പ്രമാണങ്ങളിലൂടെ യഥാർത്ഥമായ തത്വങ്ങളിലേക്ക് മനുഷ്യൻ അതിൽ അടിയുറച്ചു നിന്നാൽ ഒരു പ്രശ്നങ്ങളും അവന് വരാനില്ല. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പേടിയാണ്. നിർമ്മിച്ച വീട്, ലക്ഷങ്ങളുടെ വീട് നിർമ്മിച്ചിട്ട് ഏതോ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടിച്ച് പൊളിക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തകന്മാരൊരു വീട് കാണിച്ചിരുന്നു. ആ വീട് പൊളിക്കാൻ കോൺട്രാക്ടർ കരാറെടുത്തിരിക്കുന്നത് 13 ലക്ഷത്തിനാണ്. 13 ലക്ഷത്തിന് ആ വീട് പൊളിക്കാൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നിർമ്മാണത്തിന് എത്ര വന്നിട്ടുണ്ടാകും? എന്താ പ്രശ്നം? ഒരുത്തം വന്നിട്ട് പറഞ്ഞു പോലും, എന്ത്, ഇതിന്റെ അടുക്കള ശരിയല്ല, ഇത് കന്നിമൂല നോക്കിയിട്ടില്ല, ഇവിടെ വാസ്തു ശരിയല്ല, ഇവിടെ പോക്ക് വരവുണ്ട്, ഇവിടെ പലതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെയായാൽ രോഗം മാറൂല. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് പൂട്ടിയാൽ രോഗം മാറൂല. ഇങ്ങേപ്പുറത്ത് തിരിഞ്ഞു നിന്ന് പാത്രം കഴുകിയാൽ അസുഖം മാറൂല, ദാരിദ്ര്യം വിട്ടുമാറൂല എന്നൊക്കെ പറഞ്ഞു വാസ്തുവിന്റെ പേരിൽ, കന്നിമൂലയുടെ പേരിൽ, അങ്ങനെയൊക്കെ പലതിൻ്റെയും പേരിൽ എടുത്ത വീടുകൾ പൊളിപ്പിക്കുന്ന ചെകുത്താന്മാര് വരെ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പ്രിയമുള്ളവരെ മനുഷ്യൻ ഓർക്കാതെ പോയി. فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. അല്ലാഹു നിനക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ
അത് നീക്കിത്തരുന്നവൻ അവനല്ലാതെ ഇല്ല. അല്ലാഹു നിനക്കൊരു ഖൈർ തരാൻ വിചാരിച്ചാൽ അവന്റെ ഫളലിനെ തടുക്കുവാനും ഒരാളുമില്ല. ആ തവക്കുലിൽ നിന്ന് മനുഷ്യൻ വിട്ട് വഴിമാറിപ്പോയി. ആ വിഷമങ്ങളുടെ നേരത്തവൻ പലതും പറയുകയാണ്, മറക്കുകയാണ്. വിഷമങ്ങൾ വരുമ്പോ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനായി ഇസ്ലാം പറഞ്ഞത്. കാരണം വിഷമങ്ങൾ വരുമ്പോഴാ മനുഷ്യൻ ശിർക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിഷമം എത്ര മനസ്സിൽ അലട്ടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. എത്രയെത്ര പ്രാർത്ഥനകളുണ്ട് സഹോദരന്മാരെ. നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം അങ്ങോട്ട് എഴുന്നേൽക്കുന്ന രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ചൊല്ലാനും ചെയ്യാനുമായി ധാരാളക്കണക്കിന് സുന്നത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിർത്തിയപ്പോൾ അതൊക്കെ അങ്ങ് വഴിമാറ്റിയിട്ട് ആരൊക്കെയോ എഴുതിക്കൊണ്ടുവരുന്ന 313 വകയേടുകളും 44 വകയേടുകളും 4444 എണ്ണവും 333 എണ്ണവും വകയുമൊക്കെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ സമാധാനം പോയി. ശൈത്താനികമായ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ വിളയാടി തുടങ്ങി. ഇവിടെയാണ് അബദ്ധം വന്നത്. അതുകൊണ്ട് ശരിയായ മതത്തിന്റെ ആ ശരിയായ തത്വങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങി വരലേ നിവൃത്തിയുള്ളൂ. അവിടെ അവനെ രക്ഷിക്കുന്നവൻ റബ്ബാണ്. അവന് ഉപദ്രവം വരുത്താനും ഒന്നിനെ കൊണ്ടും കഴിയൂല. പുറത്തേക്കിറങ്ങുമ്പോൾ കണി കാണൽ മുസ്ലിമീങ്ങൾക്ക് പോലും വല്ലാത്തൊരു ഭയം. ഒരു കാലിച്ചാക്കുമായി കാലിക്കൊട്ടയുമായി ഒരാളെ രാവിലെ കണ്ടാൽ വല്ലാത്തൊരു പേടി. വിധവയായ മാപ്പിള മരിച്ച ഒരു പെണ്ണിനെ കണ്ടാൽ വല്ലാത്തൊരു പേടി. ഗർഭിണികൾക്ക് പ്രത്യേക പേടി. കാക്ക ശബ്ദിച്ചാലൊരു പ്രത്യേക വിശ്വാസം. കൈയുടെ ഭാഗം ചൊറിഞ്ഞാലൊരു പ്രത്യേക വിശ്വാസം. അതുപോലെ തന്നെ ഗൗളി ശബ്ദിച്ചാൽ, പല്ലി ചെലച്ചാൽ അതിനൊരു പ്രത്യേക വിശ്വാസം. കരിമ്പൂച്ച വിലങ്ങ് ചാടിയാൽ അതിനൊരു പ്രത്യേക വിശ്വാസം. ഇങ്ങനെ ഒരു 100 കൂട്ടം അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ സമുദായം പോകുമ്പോൾ അതേ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് ഈ സമൂഹത്തോട് പറയുന്നു, ഇല്ല, മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി റബ്ബ് അവതരിപ്പിച്ച ഇസ്ലാമിൽ ഇതൊന്നുമില്ല. അതിന്റെ ശരിയായ റൂട്ടിലേക്കുള്ള മടക്കമേ നിവൃത്തിയുള്ളൂ. ദിവസത്തെ ചീത്ത പറയുന്നവരില്ലേ, ദുർദിനങ്ങളെന്ന് പേര് പറയുന്നവരില്ലേ, ഇന്ന ദിവസം കല്യാണത്തിന് പറ്റൂല, വാഹനമോടിക്കാൻ പറ്റൂലെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം മാറ്റി നിശ്ചയിക്കുന്നവർ, ദിവസത്തെ നഹസാക്കുന്നവർ, ദിവസത്തെ ചീത്ത പറയുന്നവർ, കാറ്റിനെ ചീത്ത പറയുന്നവർ, അതുപോലെ തന്നെ മഴയെ ശപിക്കുന്നവർ, അങ്ങനെ പലതിൻ്റെയും പേരിൽ പലതിനും വേണ്ടി പലയിടങ്ങളിലേക്കും വഴിപാടുകൾ സമർപ്പിക്കുന്നവർ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളിലൂടെ ഈ സമൂഹം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൂടെ അനാചാരങ്ങളിലൂടെ നെട്ടോട്ടമോടുന്നു. ജനിച്ചാൽ അതിൻ്റെ പേരിൽ കുറെ, ജനനത്തോടനുബന്ധിച്ച് കുറെ ബർത്ത്ഡേ ആഘോഷം, കുട്ടികളുടെ പേരില്ലതാ ജന്മദിനാഘോഷം വർഷം തോറും. ആൺകുട്ടികൾക്കതാ സ്വർണം ധരിപ്പിക്കുന്ന ചടങ്ങ്. ആൺകുട്ടികളായാൽ സ്വർണം ധരിപ്പിക്കാമെന്ന് ഫത്വ കൊടുക്കാൻ ചില ആളുകളും. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കുട്ടിയാണെങ്കിലും പൊന്നണീക്കൽ ആൺകുട്ടിക്ക് പാടില്ല. അതുപോലെ തന്നെ വിവാഹത്തോടനുബന്ധിച്ചും ചടങ്ങുകൾ, സ്ത്രീധനമെന്ന ദുരാചാരം. അതുപോലെ തന്നെ അതാ ഇന്ന് എല്ലാ സമുദായങ്ങളെ കൊണ്ടും പറയിപ്പിക്കുന്ന നിലക്കുള്ള പുതിയ പിളപോക്കുകൾ, റോഡ് മുഴുവൻ ബ്ലോക്കാക്കുന്ന സംസ്കാരം. അതേ, വരന്റെ വീട്ടുകാരെയും വരനെയും വധുവിനെയും വധുവിന്റെ വീട്ടുകാരെയുമൊക്കെ ദ്രോഹിപ്പിക്കുന്ന, ക്യാമ്പസുകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള റാഗിങ്ങിന്റെ സമ്പ്രദായങ്ങൾ ഇന്ന് സമൂഹത്തിലതാ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. പടക്കം പൊട്ടിക്കലും കോമാളി വേഷം കെട്ടലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട 100 കൂട്ടം സമുദായത്തിന്റെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ. അതേ, പരസ്യമായി കൊണ്ട് പെണ്ണിനെ പാല് കുടിപ്പിക്കൽ ആണുങ്ങളുടെ മുമ്പിൽ വെച്ച്. ആണും പെണ്ണുമൊക്കെ പരസ്യമായി ആളുകളൊക്കെ നോക്കി നിൽക്കേ പെണ്ണിനെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നു. ഇങ്ങോട്ട് പഴം വായിൽ വെച്ച് കൊടുക്കുന്നു, അങ്ങോട്ട് താലി കെട്ടുന്നു, മാല ചാർത്തുന്നു. ഈ സംസ്കാരമൊക്കെ മുസ്ലിമേ, ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണെന്ന് അന്യ സമുദായക്കാരൻ തെറ്റിദ്ധരിച്ചു പോയാൽ അവനെ കുറ്റപ്പെടുത്താനാകുമോ? എവിടുന്ന് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താലി കെട്ടിയോ? ഇവിടുന്ന് മാലയിട്ടോ? അവിടുന്ന് ഇങ്ങനെ പരസ്യമായി ആളുകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ പഴവും പാലും ഒക്കെ തീറ്റിച്ചോ? ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ ചെയ്തോ? ഒരു 40 കുളിയുടെ ചടങ്ങ്, മറ്റേ ചടങ്ങ്, പള്ള കാണാൻ പോക്ക്, വയറ് കാണാൻ പോകല്, എന്തൊക്കെ സംസ്കാരങ്ങൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആചാരങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. മരിച്ചാ പറയും വേണ്ട,
മരണത്തോടനുബന്ധിച്ചുള്ള 100 കൂട്ടം ചടങ്ങുകൾ, അവിടെയുള്ള സദ്യകൾ കല്യാണ സദ്യകളെക്കാൾ വെല്ലുന്ന നിലക്കുള്ള ബഹളങ്ങളാണ് മരണവീട്ടിൽ. അന്നവിടെ പ്രത്യേകമായ രൂപത്തിലുള്ള സദ്യ നടക്കുകയാണ്. 3-ന്റെ പേരിലൊരു സദ്യ, 14-ന്റെ പേരിലൊരു സദ്യ, ആണ്ടുതോറും സദ്യ, 40-നും സദ്യ, ഇങ്ങനെയുള്ള പ്രത്യേകമായ കെങ്കേമമായ സദ്യകൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നേരെ എതിര് അയൽവാസികളോട് പറഞ്ഞു, മരണം നടന്ന വീട്ടുകാരെന്ന് ദുഃഖിതരാണ്, അവർക്ക് സമാശ്വാസം നൽകുവാൻ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ഹബീബിന്റെ അനുയായികളതാ ആ വീട്ടിൽ പോയി ഇങ്ങോട്ട് ശാപ്പാടടിച്ച് പുറത്തിറങ്ങുന്നു. ഇങ്ങനത്തെ ഒരു വിരോധാഭാസം എവിടെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ സ്വലാത്തിന്റെ കച്ചവടം. സ്വലാത്ത്, എത്ര സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞു. എവിടെ ചെല്ലിയാലും അത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോ ആ വിശ്വാസം പോയിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നവർക്ക് അവരുടെ അടുത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾ ചൊല്ലിയ സ്വലാത്തൊക്കെ ഉസ്താദിനെ അറിയിക്കണം. അത് SMS-ലൂടെ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കുക. ഖദീജക്കുട്ടി 333 ചൊല്ലി, ആമിനക്കുട്ടി 466 ചൊല്ലി, അബ്ദുള്ളക്കുട്ടി 737 ചൊല്ലിയിട്ടുണ്ട്. മുസ്ലിയാർ ഇതൊക്കെ കൂടി കളക്ട് ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉസ്താദുൽ ഉലമ. അങ്ങനെ ഒരു 6-7 കോടി ആയാൽ മൂപ്പര് മദീനത്തേക്ക് ചവിട്ടിക്കയറ്റും. മൂപ്പര് മദീനത്തേക്ക് അത് പാർസലാക്കി അയക്കും. എവിടെ നിന്ന് കിട്ടിയടോ ഈ സംസ്കാരം? ആരാ നിനക്കത് പഠിപ്പിച്ചു തന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലുന്നവര് സ്വലാത്തിന് 10 പുണ്യം ഓഫർ ചെയ്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ശേഖരിച്ച് പാർസലാക്ക്, എവിടെ വെച്ചും ചൊല്ലിക്കോ, എനിക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നാ അവിടുന്ന് പറഞ്ഞത്. അതിന് മാത്രം ഒരു സംവിധാനം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം അല്ലേ, അണ്ട് എത്തൂലല്ലേ? അപ്പൊ നിങ്ങളുടേതായ ഒരു കാർമ്മികത്വത്തിൽ നിങ്ങളിങ്ങനെ ശേഖരിച്ച് 10 കോടി 11 കോടി 7 കോടി ഇങ്ങനെ ശേഖരിച്ച് നിങ്ങൾ അവസാനം ചവിട്ടിക്കയറ്റി മദീനത്തേക്ക് അയക്കണം സ്വലാത്ത്. ഇതൊക്കെ ഏത് ഇസ്ലാമാ സുഹൃത്തെ? ഏത് മതമായത്? ഏത് സമുദായത്തെ കൊണ്ടാണ് ഈ ചെയ്യിപ്പിക്കുന്നത്? ആരാണിത് പഠിപ്പിച്ചിരുന്നത്? ഇതിനെയൊക്കെ എതിർത്താ പറയും, കണ്ടോ വഹാബിക്ക് സ്വലാത്തിനോട് അലർജിയാണ്. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, ബാങ്ക് വിളി കഴിഞ്ഞാൽ ചൊല്ലുന്നുണ്ട്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ട്, പ്രഭാത പ്രദോഷങ്ങളിൽ പ്രത്യേകം ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമികമായി നിർദ്ദേശമുള്ളയിടത്ത് അതിൻ്റെതായ എണ്ണം പ്രത്യേകമായി നിജപ്പെടുത്തിയിടത്ത് നിജപ്പെടുത്തിക്കൊണ്ടും അല്ലാത്തത് എണ്ണവും വണ്ണവും നിശ്ചയിക്കാതെയും ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സ്വലാത്ത് വാർഷികമല്ല. എത്രാം വാർഷികം? 14-ാം വാർഷികം, 40-ാം വാർഷികം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് പഠിപ്പിച്ചിട്ട് എത്ര കൊല്ലമായടോ? 1400-ലേറെ വർഷമായി. അപ്പൊ തന്നെ മനസ്സിലായി ഈ ചൊല്ലുന്ന സ്വലാത്ത് ഇത്ര പഴക്കേ ഉള്ളൂ. 14-ാം വാർഷികം, 25-ാം വാർഷികം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ നിർദ്ദേശത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്ന പഠിപ്പിച്ചിരുന്ന സലാത്തുകൾ മുജാഹിദുകൾ മുസ്ലിമീങ്ങൾ അവർ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. അവരതിൻ്റെ പേരിൽ ഒരു ചൂഷണം നടത്തുന്നില്ല, അതിൻ്റെ പേരിൽ പ്രത്യേകമായ പണപ്പിരിവ് നടത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ആ അർത്ഥത്തിൽ എല്ലാ രൂപത്തിലുള്ള ചടങ്ങുകളെയും അതേ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കേവലം മറ്റ് ചില പാതകളിലേക്ക് തിരിച്ചുവിട്ട് അപകടങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് ചാടിപ്പോയി. ഈ ദുരന്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഇസ്ലാമികമായി നമുക്ക് ഏറെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ജനനത്തോടനുബന്ധിച്ചും മരണത്തോടനുബന്ധിച്ചും വിവാഹത്തോടനുബന്ധിച്ചും ഒക്കെ സമൂഹത്തിൽ പലരും പലതും ഉണ്ടാക്കി തീർത്തു. അങ്ങനെ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് പോലും ഏതാണ് കാര്യം ഏതാണ് കാര്യമല്ലാത്തത് എന്ന് തിരിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. സത്യവും അസത്യവും കൂട്ടിക്കുഴഞ്ഞു പോയി. സത്യം പറയുന്നവർ അസത്യത്തിന്റെ ആളുകളായി മുദ്രകുത്തപ്പെട്ടു. അസത്യം പറയുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ടു. അത് അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവസാന നാളാകുമ്പോൾ ഒരു ലക്ഷണം വരും. അതെന്താ? പല ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ എന്ന പുസ്തകം നിങ്ങളുടെ കൈകളിൽ ഒരു പ്രത്യേകമായ പഠനം എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി
ഇവിടെ നേരത്തെ വിശദീകരിച്ചില്ലേ ഒരു പുസ്തകം, അത് നിങ്ങളുടെ കൈകളിലെത്തുമ്പോൾ അന്ത്യനാളെടുത്തതിന്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാം എന്ത്? സത്യം പറയുന്നവരൊക്കെ അസത്യം പറയുന്നവരും അസത്യം പറയുന്നവരൊക്കെ സത്യം പറയുന്നവരുമായിട്ട് മുദ്ര കുത്തപ്പെടുന്ന ഒരു അവസ്ഥ വരും. സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവർ ബിദ്അത്തുകാരാകും, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവർ വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുമാകും. ഈ ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ സമൂഹം വളരെ ജാഗ്രതയോടുകൂടെ ഇരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. സത്യം എന്നും സത്യമാണ്, അസത്യം അതെന്നും അസത്യമാണ്. അത് കൃത്യമായി പഠിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് പരലോകത്ത് ചോദിക്കപ്പെടുകയും ചെയ്യുമെന്ന ബോധവും ധാരണയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. അപ്പൊ സമൂഹത്തിനിടയിൽ കുറെ ആൾക്കാർ ചെയ്യുമ്പോൾ ശരി തെറ്റായും തെറ്റൊക്കെ ശരിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ രംഗത്തും ആ അധപ്പതനം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അനുകൂലിക്കുന്നുണ്ടോ? എന്നാൽ ഏത് നെറികോടും ശരിയായി മാറുകയാണ്. അതല്ലേ ഇന്ന് എല്ലാവരുടെയും കാതുകളിൽ ഇങ്ങനെ സംഗീതത്തിന്റെ ഭ്രമം, ആളുകൾ ഇങ്ങനെ പാട്ട് കേൾക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, തട്ട് തകർപ്പൻ സംഗീതം അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്നത് വരെ വാട്സപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, മൊബൈലിലൂടെ ഒക്കെ മനുഷ്യനിങ്ങനെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ആ തട്ട് തകർപ്പൻ സംഗീതം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന്റെ നഗ്നമേനി കണ്ട്, അവളുടെ ആട്ടം കണ്ട്, പാട്ട് കണ്ട് ഓരിത്തരിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് റബ്ബിന്റെ മാർഗത്തിൽ സമൂഹത്തോട് ബോധവൽക്കരിക്കേണ്ടവർക്ക് പോലും തോന്നിയില്ല അത് തെറ്റാണെന്ന്. അവർക്കും തോന്നി ഇതൊക്കെ വേണ്ടതാണെന്ന്, അവർക്കും തോന്നിപ്പോയി ഇതൊക്കെ വേണ്ടതാണെന്ന്. അതാണ് അറിയാൻ വേണ്ടി പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണം. അവരിന്ന് സംഗീതം അനുവദനീയമാണെന്ന് പറയുന്നവരാണ്. അവർ ഈ രൂപത്തിലുള്ള സംഗീതങ്ങളെ അനുവദനീയമാണെന്ന് പറയുകയാണ്. മ്യൂസിക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീതങ്ങൾ അവർ നടത്തുകയാണ്. അവരുടെ യുവഘടകങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സിനിമകളുടെ പ്രത്യേകമായ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വരെയുള്ള ചടങ്ങുകളും ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും വരെ അവർ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, മുജാഹിദുകൾക്ക് ഇസ്ലാം പൂർണ്ണമായി സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്നില്ല. അവർ ഇസ്ലാമിനെ കേവലം ചില ഭാഗങ്ങളിൽ മാത്രം ഒതുക്കിക്കൂട്ടിയിരിക്കുകയാണ്. ഇസ്ലാമിനെ സമഗ്രമായി സമ്പൂർണമായി അവതരിപ്പിക്കുന്നത് ഞങ്ങൾ മാത്രമാണെന്ന് പറയുന്ന കക്ഷികൾ അവരിറക്കുന്ന പത്രങ്ങളിലതാ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ നോട്ടത്തിന് സഹായകരമാകുന്ന നിലക്ക് അർദ്ധനഗ്നകളുടെ വർണ്ണപ്പകിട്ടാർന്ന ചിത്രം കൊടുക്കുന്നു. ഫുൾ പേജ് കളർ പരസ്യമാണ്. അത് വായിക്കുന്നവനൊക്കെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ഒരു ദുരന്തം. സഹോദരന്മാരെ, ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയൽ മാത്രമായി നിങ്ങൾ കാണരുത്. അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ആരൊക്കെ ആ പാതകം ചെയ്യുന്നോ, അത് ഏത് പത്രക്കാരാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഇവർക്കാകുമ്പോൾ ഇവർ സമഗ്ര ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നമ്മെ പലപ്പോഴും വിമർശിക്കുന്ന സുഹൃത്തുക്കളാണ്. അവർക്കും മരിക്കണ്ടേ, നമുക്കും മരിക്കണ്ടേ, ആലോചിക്കണ്ടേ? അങ്ങനെ ഒന്ന് നമുക്ക് അനുവദനീയാണോ? അത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി ആയിരക്കണക്കിന് ആളുകളല്ലേ ആ നഗ്നമേനി കാണാൻ ഇടവരുന്നത്? അത് തെറ്റല്ലേ? അള്ളാഹുവിന്റെ വിധി എല്ലായിടത്തേക്കും ബാധിക്കണ്ടേ? റബ്ബിന്റെ നിയമങ്ങൾ പത്രപ്രവർത്തനത്തിൽ ബാധകമല്ല എന്നൊരായത്തുണ്ടോ? റബ്ബിന്റെ വിധി അതുപോലെ തന്നെ TV ചാനലിന്റെ കാര്യങ്ങളിൽ ബാധകമല്ല എന്നൊരു വിധി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറയല്ല. ഒന്ന് ആലോചിക്ക്, ഒന്ന് നല്ല മനസ്സോടുകൂടെ ചിന്തിക്കൂ പ്രിയമുള്ളവരെ. തിന്മകൾക്ക് നന്മയുടെ പരിവേഷം നൽകപ്പെടുകയാണ്, തിന്മകളെ നന്മകളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയാണ്, നെറികേടുകളെ നേരി എന്ന് വിശേഷിപ്പിക്കപ്പെടുകയാണ്. ഈ ഒരു ദുരന്തം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരെങ്കിലും ഒരു കൂട്ടർ നടത്തുന്നു എന്നതിലപ്പുറം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവരുടെ പരലോകം രക്ഷിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതേ, തന്റെ മേനി ഒരിക്കലും ഒരാളുടെയും മുമ്പിൽ വെളിവാക്കാൻ പാടില്ലെന്ന് പെണ്ണ് ചിന്തിക്കണം. ശാപത്തിന് അർഹരാണ് ആ പെണ്ണെന്നവൾ ആലോചിക്കണം. പിശാചിനെ മാത്രം സന്തോഷിപ്പിക്കുന്ന വേഷവിധാനങ്ങളുമായി പുറത്തിറങ്ങുന്ന പെണ്ണിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽ അനൂഹുന്ന, നിങ്ങൾ അവരെ ശപിച്ചോളണേ, ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെടേണ്ടവരാകുന്നു, അവർ ശപിക്കപ്പെട്ടവർ തന്നെ.
ശാപം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ പറയുമ്പോഴല്ലേ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയല്. അതൊരു പെണ്ണിനെ കുറിച്ച് പറയേണ്ടി വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വേഷവിധാനത്തിൽ ഇസ്ലാമിന് പറയാനുണ്ട്, പുരുഷനോടും പറയാനുണ്ട്, സ്ത്രീയോടും പറയാനുണ്ട്. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാതുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആട്ടവും പാട്ടും നീ കണ്ട് രസിക്കുമ്പോ നിന്റെ വീട്ടിലിരുന്നോ അല്ലാതെയോ നിന്റെ മൊബൈലിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ നീ അങ്ങനെ എന്താസ്വദിക്കുമ്പോഴും നിന്റെ കണ്ണുകൊണ്ടാ വ്യഭിചരിക്കുന്നത്, കാതുകൊണ്ടാ വ്യഭിചരിക്കുന്നത്, നാവുകൊണ്ടാ വ്യഭിചരിക്കുന്നത്. അതിന് പണം ചെലവഴിക്കുമ്പോ എവിടെ നിന്ന് കിട്ടി നിന്റെ സമ്പാദ്യം, എവിടേക്ക് വിനിയോഗിച്ചു നിന്റെ സമ്പാദ്യമെന്ന് പരലോക കോടതിയിൽ ചോദ്യമുണ്ട്. ആർക്കെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അതൊക്കെ കൃത്യമായി ഒന്ന് മനസ്സിരുത്തണം, നമ്മളൊന്ന് ശരിക്ക് ചിന്തിക്കണം. കക്ഷി ഭേദങ്ങളൊക്കെ മാറ്റിവെച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഈ പറയുന്നത്, എന്താണ് ഇതിൽ വല്ല വസ്തുതകളും ഉണ്ടോ? അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരവർക്ക് ഒറ്റക്ക് ഖബറിൽ പോയി കിടക്കണ്ടേ? ഖബറിൽ ഓരോരുത്തരും ഒറ്റക്ക് കിടക്കണ്ടേ? അള്ളാഹുവിന്റെ കോടതിയിൽ അവരവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അവരവർ തന്നെ കൃത്യമായി തന്നെ ഉത്തരം നൽകണ്ടേ? ആ ഒരു ചിന്തയോടെ ആയിരിക്കണം സർവ്വ തിന്മകളിൽ നിന്നും വിട പറയുന്നത്. ആ ഒരു ചിന്തയോടെ ആയിരിക്കണം സർവ്വ നന്മകളോടും സഹകരിക്കേണ്ടത്. അതുപോലെ തന്നെ ലോകത്ത് ലഹരി ഇങ്ങനെ പടരുകയല്ലേ? എവിടെയാണ് ലഹരിക്ക് പ്രചാരമില്ലാത്തത്? വിവാഹം തുടങ്ങിയാൽ തലേന്ന് കുപ്പി പൊട്ടിക്കാത്ത വീടുകൾ വിരളമാണ്. കുടിച്ചു കൂത്താട്ടുകയാണ് യുവാക്കളും യുവതികളുമൊക്കെ. ക്യാമ്പസുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ലഹരിയും അതുപോലെ തന്നെ സെക്സും മയക്കുമരുന്നുമൊക്കെ പ്രൈമറി തലങ്ങളിലെ കുട്ടികളുടെ പുസ്തക സഞ്ചികളിൽ വരെ സുലഭമായ ഒരു കാലഘട്ടമാണിത്. കഞ്ചാവിനടിമകളായ മക്കൾ, ലഹരിക്ക് അടിമകളായ മക്കൾ, മയക്കുമരുന്നിന് അടിമകളായ മക്കൾ ചീത്തയായ കൂട്ടുകെട്ടുകൾക്ക് പിന്നാലെ പോയപ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ മുഴുവനും തകർന്നുകൊണ്ട് തരിപ്പണമാക്കിക്കൊണ്ട് ഭവനത്തിലേക്ക് മടക്കപ്പെട്ട കുട്ടികൾ. വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് ഈ സമുദായം പോയിട്ടുള്ളത്. വലിയ ജാഗ്രത വേണം പ്രിയമുള്ളവരെ. എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ മാനവ സമൂഹത്തിന്റെ കുളം തോണ്ടുന്ന ദുരന്തമാണ് വരാൻ പോകുന്നത്. അത്രക്കും മദ്യം ഇവിടെ ഒഴുകുകയാണ്. നമ്മുടെ സർക്കാർ ഇപ്പോഴെടുത്ത ഒരു തീരുമാനം വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒരുപാട് ബാറുകൾ പൂട്ടാൻ തീരുമാനമായി. ഒരുപാട് അടച്ചുപൂട്ടപ്പെട്ട ബാറുകൾ ഇനി തുറക്കില്ലെന്ന് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ അടച്ചിട്ട ബാറുകൾ ഇനി തുറക്കില്ല. തുറന്നു കിടക്കുന്ന ബാറുകൾക്ക് പോലും ഘട്ടം ഘട്ടമായി അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. ബീവറേജിന്റെ മുമ്പിലുള്ള നീണ്ട ക്യൂ കണ്ടാൽ ഇനി അത് പെട്ടെന്ന് സീൽ ചെയ്ത് പൂട്ടും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാവണം. അതൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാവണം. അഭിനന്ദനാർഹമായ ജനനന്മക്കുള്ള മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിയമങ്ങളാണത്. അങ്ങനെയുള്ള പൊൻവെളിച്ചങ്ങൾ വരട്ടെ. അതിന് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അത് അയാൾ കൊണ്ടുവന്ന ഓർഡിനൻസ് ആണ്, അതുകൊണ്ട് അതിനെ എതിർത്തേ പറ്റൂ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും തോന്നിക്കൂടാ. എല്ലാവരും ഒന്നിക്കണം. ചിലരൊക്കെ ഇപ്പൊ പറയുന്നത് നമ്മുടെ റവന്യൂ വരുമാനം അല്ലെങ്കിൽ തന്നെ വളരെ മോശമാണ്, അതുകൊണ്ട് ഖജനാവ് കാലിയാകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. ഈ ചെത്തു തൊഴിലാളികൾ മുഖേന, അബ്കാരി കോൺട്രാക്ടർമാർ മുഖേന ബാറുകളിലൂടെയൊക്കെ വിറ്റഴിക്കപ്പെടുന്ന മദ്യം കൊണ്ട് സമൂഹത്തിന്റെ ഖജനാവിൽ, രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുന്ന കോടികളുടെ എത്രയോ മടങ്ങാണ് കുടിയന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ആപത്തുകളുടെ പരിഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട കോടികൾ. ഇത് മനുഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? കുടിയുടെ വരുമാനം കൊണ്ടുള്ള പണത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് കുടിച്ചവര് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കേണ്ടി വരുന്നത്. ഏതാ നഷ്ടം, ഏതാ ലാഭം? ആലോചിക്കണം. ഇതിലെല്ലാവരും ഒന്നിച്ചുകൊണ്ട സഹകരണത്തോടു കൂടി എല്ലാവരും ഈ മേഖലയിൽ സഹകരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് വളരെ കൃത്യമായി പറയാനുണ്ട്. ഇസ്ലാമിന് വളരെ കൃത്യമായി സമൂഹത്തോട് പറയാനുണ്ട്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇഷ്ടമില്ലെന്ന ബോധത്തോടെ മാറി നിൽക്കണം. അതുകൊണ്ട് മാറി നിൽക്കണം. മാത്രല്ല ഈ സമുദായത്തോട് പഠിപ്പിച്ചു, അൽ ഖംറുൽ ഖബായിസി, തിന്മകളുടെ മാതാവാണ് മദ്യപാനം. മദ്യം എന്നത് തിന്മകളുടെ മാതാവാണ്. ഫമൻ ശരിബഹാ, ആരെങ്കിലും ആ മദ്യം കുടിച്ചാൽ, വഖാല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവന്റെ ഉമ്മയെ അവൻ എന്തു ചെയ്യും? ബന്ധപ്പെടും. ഇളയമയെയും അമ്മായിയെയും ഒക്കെ അവൻ ബന്ധപ്പെടും. കുടിച്ചോന് പിന്നെന്തുമ്മ?
കുടിച്ചോന് പിന്നെന്ത് മകള്? അതേ സമൂഹത്തിൽ കാണുന്ന ദുരന്തങ്ങളൊക്കെ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പ്രവചിച്ചില്ലേ? അതേ ബാപ്പ കാരണത്താൽ മകൾ ഗർഭിണിയായ കേസുകൾ, ഉമ്മയെ വ്യഭിചരിക്കുന്ന മക്കൾ, അതേ പെങ്ങളെ വ്യഭിചരിക്കുന്ന ആങ്ങളമാര്, അതേ കേസുകളുടെ ഒക്കെ പിന്നാമ്പുറത്തേക്ക് തേടി ചെന്നാൽ മുഴുവനും ലഹരിക്കടിമകളാണ്, കഞ്ചാവിനടിമകളാണ്, മയക്കുമരുന്നിനടിമകളാണ്. സ്വബോധത്തോടെ അത് ചെയ്യാൻ മനുഷ്യർക്ക് സാധ്യമാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം അത് പഠിപ്പിക്കുമ്പോ, അത് വളരെ ഗൗരവമുള്ള കുറ്റമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോ, നീ അത് കുടിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തതാ നിനക്ക് തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് അവിടുന്ന് പറഞ്ഞു? അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന വിയർപ്പും, സ്വദീദു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരുകി ചീഞ്ഞളിഞ്ഞ് പുറത്തു വരുന്ന ചീഞ്ചലവുമാകുന്നു. അതാണ് മദ്യപാനികൾക്ക് അവിടെ കുടിപ്പിക്കപ്പെടുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സർക്കാരിൻ്റെ നിയമം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, അതിലേക്ക് എത്തിപ്പെടുന്നതും എല്ലാം നിഷിദ്ധമാണ്. ഹാൻസ് ഉപയോഗിക്കുന്നവർ, പാൻ മസാലകൾ ഉപയോഗിക്കുന്നവർ, അങ്ങനെ ചെറിയ ചെറിയ രൂപത്തിൽ അങ്ങനെ വലിയതിലേക്ക് പോകുന്നവർ, പിന്നീട് അങ്ങ് അഡിക്റ്റുകളായി മാറുന്നവർ, പിന്നീട് മുദ്മിനുൽ ഖംർ എന്ന് പറയപ്പെടാവുന്ന അവസ്ഥയോളം തരം താഴ്ന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തുന്നവർ. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ചോളണം. ആഘോഷവേളകളിൽ ഇത് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ്. ടൂർ പാക്കേജുകൾക്ക് മക്കളെ വിടുമ്പോ, സ്റ്റഡി ടൂറുകൾക്ക് മക്കളെ വിടുമ്പോ, ഉമ്മമാരെ നിങ്ങളെ പെൺമക്കളെ വിടുമ്പോ, നിങ്ങളെ ആൺമക്കളെ വിടുമ്പോ, തിരിച്ചു വരുമ്പോൾ ഒരിറ്റു മദ്യമെങ്കിലും അവൻ ഉണച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി മദ്യം അവന്റെ വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി മദ്യം സമം 1000 കണ്ണുനീരാണ് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു തുള്ളി മദ്യത്തിന് 1000 കണ്ണുനീര് പൊഴിക്കേണ്ടി വരുന്ന ദുരന്തത്തിലേക്ക് ഈ സമുദായം പോകാതിരിക്കാൻ സർക്കാരിന്റെ നിയമങ്ങൾ ഒരു ഭാഗത്തവിടെ നടക്കട്ടെ. അതിലുപരി ഏത് സർക്കാർ അറിഞ്ഞില്ലെങ്കിലും, ഏത് പോലീസുകാരന്റെ കണ്ണിൽ പെട്ടില്ലെങ്കിലും, ആരറിഞ്ഞില്ലെങ്കിലും അലീമായ റബ്ബ് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സമീആയ റബ്ബ് കേൾക്കുന്നുണ്ട്, ബസീറായ റബ്ബ് കാണുന്നുണ്ട്. ആ ബോധമുണ്ടോ? അതാണ് തസ്കിയത്ത്, അതാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന വശം. അതിന് മക്കളെ, യുവാക്കളെയൊക്കെ തയ്യാറാക്കണം. വിസ്ഡം എന്ന് പറയുന്ന ഈ വലിയ വിജ്ഞാനത്തിന്റെ പ്രസരണ വേദിയിൽ യുവാക്കൾക്ക് യുവപദമുണ്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ട സംവിധാനങ്ങളുണ്ട്. ഡോർ ടു ഡോർ ഇസ്ലാമികമായ വിജ്ഞാനം നുകരാൻ ആവശ്യമായ ഇൽമുകൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന ദഅ്വ ക്ലാസുകളുണ്ട്, സ്ട്രീറ്റ് ദഅ്വകളുണ്ട്. അങ്ങാടികളിൽ പോയി ദീന് ഒറ്റക്കും കൂട്ടമായും ആളുകളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. വാഹനങ്ങളിലൂടെ കയറി പറയുന്നുണ്ട്, ആസ്പത്രികളിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിന്റെ ഈ സുന്ദരമായ സന്ദേശത്തെ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമായ നിലക്ക് ആ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ശ്രമങ്ങളിൽ പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്നിക്കേണ്ടത് അവരവരുടെ പരലോകത്തിന് അനിവാര്യം തന്നെ. അതേതോ ചില ചെറുപ്പക്കാരി എവിടുന്നൊക്കെ വന്ന് ചെയ്യേണ്ടതാണ്. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലത്തെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞതാണ്, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? എല്ലാ ആളുകളും മനുഷ്യരല്ലേ? ആ മുഴുവൻ ആളുകളോടുമാണ് അല്ലാഹു പറയുന്നത്, എല്ലാവരും പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ആരൊക്കെ ഒഴികെ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും മനപ്പാഠമുണ്ടല്ലോ ആ അധ്യായം. അത് ശരിക്കൊന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഈ ഡോർ ടു ഡോർ പരിപാടിയിലേക്ക് ഞാൻ പോണോന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഈ ദഅ്വ സംരംഭത്തിൽ ഞാൻ പങ്കാളിയാവണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ടല്ല പറയാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 ഗുണങ്ങൾ എല്ലാവരിലും നിർബന്ധമാണ്. 1, യഥാർത്ഥ വിശ്വാസികളാവണം. 2, സൽക്കർമ്മങ്ങൾ ചെയ്യണം. നീ വിശ്വസിച്ച് നീ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, നീ മനസ്സിലാക്കിയ ഹക്ക് നീ പരസ്പരം ഉപദേശിക്കണം. അത് സ്ട്രീറ്റിൽ വെച്ചും ആവാം,
ഡോർ ടു ഡോർ പരിപാടികളിൽ പോയി വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുമാവാം, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവനോടുമാവാം, നിന്റെ സഹയാത്രികനോടുമാവാം, നിന്റെ ബിസിനസ് പാർട്ട്ണറോടുമാകാം, നിന്റെ കൂടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയോടുമാകാം, നിന്റെ കൂടെ നിനക്കൽപ്പനേരം ബസ് സ്റ്റാൻഡിൽ കിട്ടുന്ന ഒരു മനുഷ്യനോടാകാം, ആരോടുമാകാം. ഒരു ടെലിഫോണിലൂടെ ആവാം, നെറ്റ് സൗകര്യത്തിലൂടെ ആവാം, ചർച്ചകളിലൂടെ ആവാം, ഒരു പുസ്തക വിതരണത്തിലൂടെ ആവാം, ഒരു CD സമർപ്പിക്കുന്നതിലൂടെ ആവാം, ഒരു നല്ല കാര്യത്തെ പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേകമായ ലേഖനത്തെ സമർപ്പിച്ചുകൊണ്ടാവാം. പക്ഷേ എന്തും സെൻഡ് ചെയ്യുമ്പോ, എന്തും ഫോർവേഡ് ചെയ്യുമ്പോ അത് ഇസ്ലാമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യണം. കള്ളനാണയങ്ങൾ പലതും പ്രചരിപ്പിക്കും, പല രൂപത്തിലുള്ള പലതും സോഷ്യൽ മീഡിയകളിൽ വരും. അതൊക്കെ കണ്ണും പൂട്ടി ലൈക്കടിച്ച് ഷെയർ ചെയ്യണ്ട. ഇസ്ലാമിനൊക്കെ നിയമങ്ങളുണ്ട്. ഇസ്ലാമികമായ ഇൽമ് അവിടെയാണ് പ്രസക്തമാകുന്നത്. ഇൽമ് നമ്മൾ നേടണം. ആ അറിവ് എങ്ങനെയാ? അറിവ് എന്തിനാണോ നമ്മൾ ഒരുങ്ങുന്നത് ആ അറിവ് നേടുക. ആ അറിവ് നേടാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥമായ സോഴ്സുകളിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെ പഠിച്ചറിഞ്ഞ് അത് പ്രവർത്തിച്ച് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക. നീ അതിനായിട്ടുണ്ടോ, നിനക്കതിന് ഇൽമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും. ഒരു നല്ല കാര്യം നീ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിച്ച കുട്ടി, നിനക്കൊന്നും വേറെ പണിയില്ലേ, പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത്, ഇതൊന്നും നല്ല പരിപാടിയല്ല, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറയാൻ ആളുകൾ ഉണ്ടായേക്കും. പക്ഷേ ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഒട്ടിച്ച ഒരു പോസ്റ്റർ കണ്ട് ഒരു നല്ല സദസ്സിലേക്ക് ഒരാൾ വരാൻ നിങ്ങൾ കാരണമായാൽ, നിങ്ങളുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടോ, തീർച്ചയാണ് റബ്ബ് പ്രതിഫലം തരും. ആ ഇഖ്ലാസ് ഒരിക്കലും നഷ്ടപ്പെടരുത്. ആരെയും കാണിക്കാനല്ല, ആരുടെയും പേര് കിട്ടാനല്ല. നാഥ, എൻ്റെ മരണം നന്നാവണം, എൻ്റെ ഖബറിൽ ശാന്തി കിട്ടണം, മഹ്ശറിൽ എനിക്ക് നല്ലവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണമെന്ന ആ ഒരു ബോധം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ആവശ്യമായ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, ആ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനം, അതിൻ്റെതായ പ്രത്യേകമായ ചർച്ചകൾ, ഹദീസുകൾ പഠിക്കൽ, ചരിത്രങ്ങൾ പഠിക്കൽ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ കാര്യങ്ങൾ നേടൽ, അത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഒരു തുള്ളിയായി ഒഴുകാൻ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സുണ്ടാകണം. അതിന് സഹിക്കേണ്ടി വരും, അസൗകര്യങ്ങളുടെ ഇടയിലാകേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടി വരും. പാപ്പമാര് ശ്രദ്ധിക്കുക, മക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ അതിന് തയ്യാറാവുക. ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ മുന്നേറ്റം രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും ഇസ്ലാമിനെ കുറിച്ചൊരു ചെറിയായ രൂപത്തിലുള്ള ഒരു സന്ദേശം എത്തിക്കാനെങ്കിലും കാരണമായാൽ ഇൻഷാ അല്ലാഹ് ഈ ദുർബലരായ നമ്മുടെ സ്വപ്നം അല്ലാഹു പൂവണിയിച്ചു തരും. കോടിയിലേറെ വരുന്ന ഭവനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തണം. ആളുകൾക്ക് തുടർ പഠനത്തിനുള്ള ഒരു പ്രേരകമായി നമ്മുടെ സന്ദർശനങ്ങൾ മാറണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവലോക പരിപാലകനായ റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.